ഭഗവത്ഗീത ഒരാഴ്ച കൊണ്ട് പാരായണം ചെയ്യാം. അതിനൊരു ക്രമം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞായറാഴ്ച വരുന്നത് 6, 7, 8 അധ്യായങ്ങളാണ്. എന്താ അവിടെ കാര്യം വെച്ചാൽ അത് നിർഗുണ ഭക്തിയെ പറ്റി പറയാണ് 6, 7, 8. അതിലിപ്പോൾ 6, 7 നമ്മൾ പറഞ്ഞു. ഇന്ന് 8 ആണ് തുടങ്ങുന്നത്. അക്ഷര ബ്രഹ്മയോഗം എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഒരു 6 കാര്യങ്ങൾ ഭഗവാൻ സൂചിപ്പിക്കണ്ടായി. ബ്രഹ്മം, അധ്യാത്മം, കർമ്മം, അധിഭൂതം, അധിദൈവം, അധിയജ്ഞം. അതിനെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടി വിശദമാവണം എന്ന് അർജുനന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഈ അധ്യായം തുടങ്ങുന്നത് അർജുനൻ്റെ ചോദ്യത്തുകൊണ്ടാണ്. അർജുനൻ ചോദിക്കുന്നു, കിം തദ് അധ്യാത്മം, കിം കർമ്മം പുരുഷോത്തമ, അധിഭൂതം ച കിം പ്രോക്തം, അധിദൈവം ച കിമുച്യതേ, അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന, പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭി. 6 ചോദ്യവും അവസാനം പ്രയാണകാലത്തെ വർത്തമാനം. ബ്രഹ്മം എന്താണ്, അധ്യാത്മം എന്താണ്, കർമ്മം എന്താണ്, അധിഭൂതം എന്താണ്, അധിദൈവം എന്താണ്, അധിയജ്ഞ എന്താണ്. അവസാനം അതിലില്ലാത്ത ഒന്ന് പ്രയാണകാലം, അതായത് ശരീരം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അത് അതിൻ്റെ പ്രത്യേകതകൾ. ഇത്രയും കാര്യങ്ങൾ 7 ചോദ്യമാണ്. ഇതിൽ ആദ്യം പറഞ്ഞ 6 കാര്യങ്ങൾ വളരെ ചുരുക്കി ഭഗവാൻ പറയുന്നു. പ്രയാണകാലത്തെ പറ്റി വളരെ വിസ്തരിച്ചിട്ട് തന്നെ പറയുന്നുണ്ട്. ശ്രീ ഭഗവാൻ ഉവാച, അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ അധ്യാത്മ ഉച്യതേ, ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മസംഹിത. അധിഭൂതം ക്ഷരോ ഭാവ പുരുഷശ്ചാധിദൈവതം, അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹപ്രദാം വര. വളരെ വേഗത്തിൽ 2 പറഞ്ഞു. പക്ഷേ ഇത് വളരെ ബ്രഹ്മചക്രം എന്നാണ് ഇതിന് പേരിട്ടിട്ടുള്ളത്. പരബ്രഹ്മം എന്നാണ്. സാധാരണ ബ്രഹ്മത്തിന് മാത്രമല്ല ചോദിക്കുന്നത്. പരം എന്ന് പറഞ്ഞാൽ വിട്ടത്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കാണുക കേൾക്കുക ഇതെന്ന് പറയാൻ സാധിക്കും. ഈ കേട്ടത്, ഈ കണ്ടത്, ഈ തൊട്ടത്, ഇതൊന്നും. അപ്പോൾ അതൊക്കെ പരിമിതമാണ്. ഈ പരിമിതം എന്ന് വിട്ടതാണ് പരം, അപരിമിതം. അതുകൊണ്ടാണ് വെറും ബ്രഹ്മം എന്ന് പറയാണ്ട് പരം ബ്രഹ്മം എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത്, അത് ബ്രഹ്മം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏറ്റവും വലുത് എന്നൊന്നുണ്ട്. അത് മാത്രമല്ല ബ്രഹ്മത്തിനുള്ളൂ. അക്ഷരം ഏത് കാലത്തും നശിക്കാത്തതാണ് ബ്രഹ്മം. അത് നിർഗുണ നിരാകാരമാണ് അവിടെ. അപ്പോൾ അവിടെ സൃഷ്ടിയോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വ്യവഹാരത്തിന് സൗകര്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നു അധ്യാത്മം. എന്താ അധ്യാത്മം എന്നുള്ളതിന് ഭഗവാൻ പറഞ്ഞത് സ്വഭാവോ അധ്യാത്മ ഉച്ചതേ. സ്വം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. അത് വാസ്തവത്തിൽ ഉണ്ടായതല്ല, ഉള്ളതാണ്. പക്ഷേ അതിപ്പോൾ നമുക്കൊക്കെ ഞാൻ ശരീരം ജനിച്ചു എന്ന് തോന്നണമല്ലോ. അങ്ങനെ ഒരു ഭാവം വരാം, സ്വത്തിന് ഒരു ഭാവം വരാം. അതാണ് അധ്യാത്മം. അപ്പോൾ ഞാൻ ശരീരമാണ് എന്ന ആദ്യത്തെ ഇതിൽ. അപ്പോൾ ഈ നിർഗുണ നിരാകാരം പോയിട്ട് സഗുണ നിരാകാരി. സഗുണാണ്, പക്ഷെ അപ്പോൾ നിരാകാരമാണ്. ഏതുപോലെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ എടുത്താൽ ഉറക്കം ഒരു വിധത്തിൽ നിർഗുണ നിരാകാരമാണ്. ഒന്നും അറിയില്ലല്ലോ, നമ്മൾ കഴിഞ്ഞിട്ടല്ലോ വരുന്നത്. സ്വപ്നം അങ്ങനെയില്ല. സഗുണം പല ചിത്രങ്ങളൊക്കെ കാണും, പക്ഷെ ആകാരം അവിടെ കാണുന്നില്ല. അവിടെ തന്നെയാണ്. ആ അടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്വഭാവം വന്നു. ആർക്ക്? ബ്രഹ്മത്തിന് എന്നുള്ളത്. സ്വഭാവം വന്നപ്പോൾ അതൊന്ന് കർമ്മം എന്ന് വന്നു. അതെന്താണ് കർമ്മം എന്നുള്ളത്? ക്രിയയാണ്, പ്രവൃത്തി ചെയ്യുക. അങ്ങനെ ഒന്ന് വന്നു, സക്രിയം. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് അധിഭൂതം
എന്തെങ്കിലും പണിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുക ഭൂതം ഈ പേടിക്കുന്ന സാധനമല്ല ഉണ്ടായത്, അതിഭൂതം എന്ന ലെവലിലേക്ക് വന്നു. ആ അതിഭൂതം എന്ന് വരുമ്പോൾ അതിന് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ വയ്യ, കാരണം ജഡാണ്. അപ്പം അതിൽ അല്പം ഈ ആത്മഭാവം ചേരും. അപ്പം അത് അതിദൈവം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനൊക്കെ സാധിക്കുന്ന ഈ ജീവികളൊക്കെ അതിദൈവങ്ങളാണ്. അങ്ങനെ വരുന്ന സമയത്ത് നല്ലതും ചെയ്യും ചീത്തയും ചെയ്യും. അങ്ങനെ അപ്പോഴും ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ ജീവിതന് ഈശ്വരനിലേക്ക് തന്നെ മടങ്ങി ചെല്ലണമല്ലോ. അവിടെ ഈ തിന്മയായിട്ട് അങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ ആ തിന്മ പോകാനായിട്ട് ഈ അതിദൈവം തന്നെ യജ്ഞദാന തപങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടതിന് മുമ്പ് യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ക്ഷയം അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നതാണ് യജ്ഞം. സമുദായത്തിന് ക്ഷയം വരുന്നതിന് ഇല്ലാണ്ടാണ് ദാനം. ശരീരത്തിന് ക്ഷയം വരുന്നതിന് ഇല്ലാണ്ടാണ് തപം. അപ്പോൾ യജ്ഞദാന തപങ്ങൾ ചെയ്യും. യജ്ഞദാന തപങ്ങൾ ചെയ്യുമ്പോൾ ഈ അതിദൈവം ഈ ശുദ്ധമാവും. അത് അതിയജ്ഞം, ഏകദേശം അത് ബ്രഹ്മത്തിൻ്റെ അടുത്തെത്തി അതിയജ്ഞം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിയജ്ഞത്തിൻ്റെ ഈ ശരീരം പോയതോടുകൂടി വീണ്ടും ബ്രഹ്മത്തിലേക്ക് തന്നെ. ഇങ്ങനെ ഒരു ബ്രഹ്മചക്രം എന്ന് പറയാൻ തന്നെ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പറഞ്ഞാൽ, ഒന്ന് നിർഗുണ നിരാകാരം, പിന്നെ സഗുണ നിരാകാരം, അത് കഴിഞ്ഞാൽ സക്രിയം, അത് കഴിഞ്ഞാൽ സാകാരം, പിന്നെ ഉള്ളത് സാഹങ്കാരം, അതായത് അതിദൈവം സാഹങ്കാരം, അത് നിരഹങ്കാരവും. അപ്പോൾ അതിയജ്ഞം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തിലേക്ക് തന്നെ നിരഹങ്കാരനായ ഈശ്വരനിലേക്ക് തന്നെ ചെന്നുല്ലോ. ഇതാണ് ചക്രം. ഈ ബ്രഹ്മചക്രമാണ്. ഇപ്പോൾ വളരെ വേഗത്തിൽ ഭഗവാൻ പറഞ്ഞു. ഇത് വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുമ്പോൾ ഓരോന്നിനെ പറ്റിയും വേറെ വേറെ പറയാനുണ്ട്. അപ്പോൾ നിർഗുണ നിരാകാരം, സഗുണ നിരാകാരം, സക്രിയം, സാധിഭൂതം എന്ന് വെച്ചാൽ അതായത് സക്രിയം, അത് കഴിഞ്ഞാൽ അതിഭൂതം എന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ആകൃതിയുള്ളതർത്ഥം. അത് കഴിഞ്ഞാൽ ആണ് അതിദൈവം അല്ലെങ്കിൽ സാഹങ്കാരം, അത് കഴിഞ്ഞാൽ നിരഹങ്കാരം, അതിയജ്ഞം. ഇങ്ങനെയാണ് പോകുന്നത് എന്ന് ഒരു ചുരുക്കത്തിൽ പറഞ്ഞു. അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതിനെപ്പറ്റി ഓരോന്നും എന്താണെന്നൊക്കെ വ്യാഖ്യാതാക്കന്മാർ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇനി ഭഗവാൻ പറയുന്നത് ഈ പ്രയാണകാലത്തെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് അവസാനം വരെ ഈ പ്രയാണകാലത്തെ പറ്റി പറയണം. അന്ധകാലേച മാമേവ സ്മരൻ മുക്ത കളേബരം യപ്രയാതി സ മദ്ഭാവം യാതി നാത്യസ്ത്ര സംശയ. അന്ധകാലം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പം തൽക്കാലം ഇല്ലാണ്ട്. അന്ധകാലേച്ച മാമേവ സ്മരൻ. ആ സമയത്ത് ആരാണോ എന്നെ തന്നെ, എപ്പോഴും മാം എന്ന് ഗീത പറയുന്ന സമയത്തൊക്കെ പൂർണ്ണം എന്ന് അർത്ഥം എടുക്കണം, അല്ലാണ്ട് കൃഷ്ണനല്ല. മാം കളേബരം ശരീരം. ഈ ശരീരം ഉപേക്ഷിച്ച് ഈ ജീവൻ പോകുമ്പോൾ എന്താണ് യപ്രയാതി, യാതൊരാളാണോ ഇവിടെ നിന്ന് പോകുന്നത്, സ മദ്ഭാവം വ്യാധി. ആരെ? എൻ്റെ ഇതിന് നാത്യസ്ത്ര സംശയ, അതിൽ യാതൊരു സംശയവുമില്ല. ഭഗവാനെ തന്നെ, അതായത് സങ്കല്പം പൂർണ്ണമാവുക വെച്ചാൽ ഒരു സങ്കല്പമില്ലാതെയാണ് നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് പോകുന്നത് എങ്കിൽ പിന്നെ നമുക്ക് വാസനയൊന്നുമില്ല. അപ്പോൾ ബ്രഹ്മത്തിൽ ചേരാം. നല്ല വാസന ബാക്കിയുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഈ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആ സങ്കല്പവും സ്മരിക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും ശരീരം വരുന്നത്. ഇതങ്ങനെയല്ല, പൂർണ്ണത്തെയാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ യാതൊന്നുമില്ല, ഈശ്വരനിലേക്ക് തന്നെ ചേരാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. യം യം വാപി സ്മരൻ ഭാവൻ ത്യജിത്തന്തേ കളയബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. യം യം വാപി, ഏതേത് അതിനെ സ്മരിച്ചിട്ടാണോ ഈ ശരീരം വിടുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ശരീരമാണ് നമുക്ക് കിട്ടുക. അതായത് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർക്ക് കണക്കിൽ വളരെ മോഹമാണ്. ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കണക്കിൽ ക്യാമനായിട്ട് വന്നു. ഒരാൾക്ക് സംഗീതത്തിലും അപ്പോൾ വരുന്നു. അപ്പോൾ ആ നമ്മുടെ വാസന അനുസരിച്ചിട്ടാണ് ശരീരം കിട്ടുന്നത്. ഒരാൾക്ക് യാതൊരു വാസനയില്ലായിരിക്കുക, അപ്പോൾ പിന്നെ അയാൾക്ക് ശരീരമില്ല, അയാൾ ബ്രഹ്മത്തിൽ ചേരണമല്ലോ, അല്ലാണ്ട് നിവൃത്തിയില്ലോ.
ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്തെങ്കിലും പ്രവൃത്തിയുള്ളൂ. ഒന്നുമില്ല, ഞാൻ ബ്രഹ്മത്തിൻ്റെ പല്ലിയായി എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വ്യവഹാരമില്ല. ആ പരമാർത്ഥമായ ജീവിതത്തിൽ പാരമാർത്ഥിക സത്യത്തിലേക്ക് അത് പോകാൻ സാധിക്കുള്ളൂ. അതാണ് അങ്ങനെ ആരാണോ ഏതൊന്നിനെ വിചാരിച്ചാൽ പോണത് അത് അതുപോലെ വരും. ഇതൊക്കെ ശാസ്ത്ര സത്യമാണ്, വെറുതെ കഥ പറയില്ല. ഇത് നമുക്ക് കാണുന്നുവല്ലോ. കുട്ടികൾ 2-3 വയസ്സാകുമ്പോഴേക്കൊക്കെ ഒരു പാട്ടാ പാടിയാൽ അപ്പോൾ അതിൻ്റെ രാഗമൊക്കെ ഉണ്ട് പറയും. എവിടുന്ന് നമുക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ശരിയാ. ഞാൻ കളിക്കണതിനെ പറ്റി പറയാറുണ്ട്. ഈശ്വര ഭജനം മറ്റൊക്കെ ജീവിച്ച് അല്ല വേണമെന്ന് മോഹമുള്ള കുട്ടികളും നല്ല വയസ്സുകാലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർ കുട്ടികൾ ഞങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ ഒരു അമ്പലം വെച്ച് കളിക്കും, ഒരു മാറോടൊക്കെ വയ്ക്കും, എന്നിട്ട് കുറച്ച് പൂവൊക്കെ കൊണ്ടുവന്നിടുക, എന്നിട്ട് ഈ നൈവേദ്യമൊക്കെ ഉണ്ടാക്കുക. ഇവിടെ അമ്പത് കാട്ടുന്നതൊക്കെ കാണിക്കും. അങ്ങനെ ചെയ്തിട്ട് അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഈ ഈശ്വര ആരാധനയിലും മറ്റു കാര്യങ്ങളിലും വാസന ഉണ്ടാവും, അവരങ്ങനെ ചെയ്യാം. വേറെ ചില കുട്ടികൾ മറിച്ച് കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ അവർ ജീവിതത്തിൽ ഈ കള്ളനും പോലീസും കളിക്കുന്നവരുണ്ട് കുട്ടികൾ. കഴിഞ്ഞ ജന്മത്തിൽ കള്ളനും പോലീസിൻ്റെയും അതൊക്കെ ഉണ്ടാവും. ആ സംസ്കാരം അത് അവർ ആ മാതിരിയെ കളിക്കുക. ഈ അമ്പലമൊന്നും അവർക്ക് വെക്കേണ്ട. കള്ളനും കഴിഞ്ഞ ജന്മം കള്ളനും പോലീസുമായിട്ടുണ്ടാകുമ്പോൾ അത് വരികയാണ്. അപ്പോൾ ഈ വാസന പ്രബലമായിട്ട് ഉണ്ട്. പിന്നെ അത് മാറാം. വാസന എന്നുള്ള ഇപ്പം നിലനിൽക്കുന്നതൊന്നുമല്ല, മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തൊന്നിനെ വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ ശരീരത്തെ വിടുന്നത്, അപ്പോൾ ആ ശരീരം അതിനനുസരിച്ചുള്ള ഏതൊരു വാസനയുള്ളത് അതിനനുസരിച്ച് ശരീരമാണ് പിന്നെ കിട്ടുക എന്ന് പറയും. അതുകൊണ്ട് എന്തു വേണം? തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച മയ്യ അർപ്പിത മനോബുദ്ധിർ മാമൈവശ്യ ഏഷ്യസ് സംശയം. തസ്മാൽ ഇപ്പം മാത്തമാറ്റിക്സ് വരെ അതുകൊണ്ട്, അതായത് എന്തൊന്നിനെ ആണോ നിങ്ങൾ സങ്കല്പിച്ചിട്ട് മരിക്കുന്നത് അതിനനുസരിച്ച് ശരീരം കിട്ടുക പറഞ്ഞാൽ അതുകൊണ്ട്. അപ്പം എന്ത് വേണം? ഇപ്പം നോക്ക്, ഇനി ശരീരം ഇല്ലാതെയാവുന്നുണ്ട്. അതിന് തസ്മാൽ അതിനെന്ത് വേണം? ആ മരണകാലത്ത് നമ്മുടെ സ്മരണ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പം ഈശ്വരനെ പറ്റി പൂർണ്ണതയെ പറ്റി ആയാൽ പിന്നെ ഈ വിഷമം വരില്ല. അതിനാണ് അതിനെന്ത് ചെയ്യണം? അങ്ങനെ അവസാന കാലത്ത് ഈശ്വരനെ ഇപ്പം എന്തെങ്കിലുമൊക്കെ വിചാരിക്കാം, അവസാനം ഈശ്വരനെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ തരാവില്ല. ഇവിടുന്ന് തന്നെ പരിചയിച്ച് പോകണം. ഒരു ഭാഗവതത്തിലൊക്കെ ഒരു അജാമളിൻ്റെ കഥ ഉണ്ട്. പെട്ടെന്ന് അവസാനം നാമം ചെല്ലുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥയിൽ അദ്ദേഹം വളരെ പുണ്യം ചെയ്ത ആളായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് നാമമൊന്നും വരില്ല. അതുമാതിരി ഗജേന്ദ്രൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയിൽ ആന മുതൽ വലിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം ഈശ്വരനെ വഹിച്ചിട്ടുള്ള ചില സ്തോത്രം ഉണ്ടായി, അത് ചെല്ലി എന്നൊക്കെ അങ്ങനെ കാണാം. അതായത് കഴിഞ്ഞ ജന്മം ധാരാളം ചെയ്തു വെച്ചിട്ടുണ്ട്, എന്നാൽ മാത്രമേ ഈ ജന്മത്തിൽ അതിൻ്റെ ഓർമ്മ വരുള്ളൂ. അതുപോലെ ഇവിടുന്ന് പറഞ്ഞു തസ്മാൽ സർവേഷു കാലേഷു, എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് എന്ത് വേണം? മാം അനുസ്മര, എന്നെ തന്നെ അനുസ്മര. വെച്ചാൽ തുടർച്ചയായിട്ട് സ്മരിക്കുക. എന്നെ തന്നെ സ്മരിക്കാൻ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പം ഇല്ലാതെയാവുക എന്നർത്ഥമാണ്. സങ്കല്പമുള്ളപ്പോൾ ആ സങ്കല്പത്തിനെ സ്മരിക്കുക. ഒരു സങ്കല്പം ഇല്ലാണ്ടായ ഈശ്വരനാണ്. അതിപ്പോൾ അനുഭവമാണ്. ഉറക്കത്തിൽ ഒരു സങ്കല്പവും ഇല്ല, പരമാനന്ദനും. പക്ഷേ ഉണർന്നേ അറിയണുള്ളൂ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ള. അപ്പോൾ അത് അവിടെ അനുഭവിച്ചു. ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ അനുഭവം സുഖമായിരുന്നു, പക്ഷെ അപ്പം അറിഞ്ഞില്ല. കാരണം അവിടെ തമസ്സിലാണ് അതറിഞ്ഞത്. നമുക്ക് അങ്ങനെ പോലെ ഉണർന്നിരുന്നിട്ട് അത് അനുഭവിക്കാൻ സാധിക്കണം. അത് അവിടെ പറഞ്ഞത് മാം അനുസ്മര. പിന്നെ യുദ്ധേചാതുകൂടി വരും, യുദ്ധവും ചെയ്യും. വളരെ വ്യക്തതാണ് ഈ ശ്ലോകത്തിൽ നിന്ന്. ഈ യുദ്ധം എന്നുള്ളത് പാണ്ഡവ കൗരവ യുദ്ധമല്ല എന്നുള്ളത്. കാരണം ജീവിതത്തിൽ എല്ലായ്പ്പോഴും യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് സാധിക്കുക സംഗതിയാണ്. അപ്പോൾ ഇവിടെ യുദ്ധേജ എന്ന് പറഞ്ഞ അർത്ഥം നീ ഈ സങ്കല്പങ്ങളെയൊക്കെ മാറ്റിയിട്ട് എന്നെ തന്നെ സ്മരിച്ച് സ്വധർമ്മം ചെയ്യുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വധർമ്മം ക്ഷത്രിയൻ്റെ കർമ്മമാണ്, അത് ചെയ്യുക. അപ്പോൾ യുദ്ധ എന്ന് ഇവിടെ പറയാൻ കാരണം അർജുനനാവുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്വധർമ്മമാണ്. മാത്രമല്ല ഈ യുദ്ധം എന്നുള്ളത് പറഞ്ഞാൽ യുദ്ധത്തിൽ അങ്ങോട്ട് അവസാനിക്കുകയാണെങ്കിലോ, എല്ലാം അവസാനിക്കുമല്ലോ യുദ്ധത്തിൽ. തോറ്റവർ തീരെ ഉണ്ടാവില്ല, ജയിച്ചവരുണ്ടെങ്കിലും ആ ജയിച്ചവർ മാത്രമേ ഉള്ളൂ, അങ്ങനെ വരുമല്ലോ. അതുപോലെ ഈ സങ്കല്പങ്ങൾ മുഴുവനും നശിക്കണം എന്നുള്ള ഒരു അർത്ഥം വരാനാണ് യുദ്ധ എന്ന് വെച്ചത്. യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും യുദ്ധം എന്ന് പറഞ്ഞത് ക്ഷത്രിയനായ അർജുനനാകൊണ്ടും ഈ യുദ്ധം എന്നുള്ളത് അവസാനത്തിൽ ഇപ്പോൾ കൃഷി ചെയ്യേ എന്ന് പറഞ്ഞാൽ പിന്നെയും കൃഷി ഉണ്ടാവും.
മാറി പിന്നെ വിത്ത് വരും, അത് അവസാനിക്കില്ല. അപ്പോൾ അത് പറയാണ്ടേ മാമനുസ്മര യുദ്ധേച്ച, നീയെ എന്നെ അല്ലെങ്കിൽ പൂർണ്ണത്തെ അല്ലെങ്കിൽ നിരപേക്ഷത്തെ മാത്രം ചിന്തിക്കും. അത് ചിന്ത എന്ന് പറയുക, എല്ലാ ചിന്തയും വിട്ടാൽ ഉള്ളതാണ് നിരപേക്ഷതയും. അതിന് നിരപേക്ഷ ചിന്തിച്ചാൽ അപ്പോൾ അത് അവർ ചിന്തയാവുമല്ലോ, അതുമില്ല. ചിന്തനം എന്നുള്ളത് ഒന്നും ഉണ്ടാവില്ല. വാസ്തവത്തിൽ പറഞ്ഞാൽ മനസ്സ് എന്നുള്ളത് ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥമാണ്. മനസ്സ് എപ്പോഴും സദാ ഒഴുകുന്നതാണ്. ഒഴുക്ക് തീർന്നാൽ പിന്നെ മനസ്സിന് മനസ്സെന്ന് പേരില്ല. നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യം ഈ മനസ്സിൻ്റെ പ്രഭാവം ഇല്ലാതെയാവുക. മനസ്സുള്ളിടത്തോളം കാലം എന്തൊക്കെ പറഞ്ഞാലും ഈ എന്താണ് നമ്മുടെ വ്യവഹാരിക ജീവിതം കൂടാണ്ട് കഴിയില്ല. മനസ്സൊന്നും ഇല്ലാതെയായാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനാണ് അനുസ്മര എന്നൊക്കെ പറഞ്ഞാൽ എന്നെ തന്നെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോണം ഈ സങ്കല്പങ്ങളെ വിടുക എന്നർത്ഥമാണ്. അനുസ്മരിക്കുക എന്ന് വെച്ചാൽ അല്ലാണ്ട് ഭഗവാനെ തന്നെ ഇങ്ങനെ സ്മരിക്കുക ഒരു രൂപമൊക്കെ ആണെങ്കിൽ അപ്പോഴും ആ രൂപം വരും. ഇതൊന്നുമില്ല. ഇങ്ങനെ 7 ശ്ലോകങ്ങൾ കൊണ്ട് ഈ പ്രയാണകാലത്തെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഒരു ആദ്യം തന്നെ പറയാം, കുറച്ച് രസികത്വമുണ്ടായാലും. കാരണം ഇനി എങ്ങനെയാണ് ഈ അനുസ്മരണം ഉണ്ടാവേണ്ടത് എന്ന് പറയാനാണ് പോകുന്നത് ഇവിടെ. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചാൽ 3 ശ്ലോകങ്ങളായിട്ടും 3 ഇവിടെ വരും. 8, 9, 10 ഒരു സെറ്റ്, 11, 12, 13 ഒരു സെറ്റ്, 14, 15, 16 ഒരു സെറ്റ്. അങ്ങനെ 3 വരികയാണ്. എന്താ അവിടെ വെച്ചാൽ ആദ്യം പറയാൻ പോണത് സഗുണ നിരാകാരത്തെ പറ്റിയാണ് പറയുന്നത്. സഗുണ നിരാകാരം ആദ്യം. അത് കഴിഞ്ഞാൽ പിന്നത്തെ സെറ്റിലെ നിർഗുണ നിരാകാരത്തെ പറ്റിയാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സഗുണ സാകാരത്തെ പറ്റിയാണ്. അങ്ങനെ 3 ഈ വരുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ ആദ്യം സഗുണ നിരാകാരേ വയ്ക്കൂ. കുറച്ചെങ്കിലും ഒരു ഗുണമില്ലാണ്ട് നമുക്ക് സാധിക്കില്ല. സഗുണ നിരാകാരം കുറച്ച് സ്റ്റേജ് കഴിഞ്ഞാൽ നിർഗുണ നിരാകാരവും പിന്നത്ത് വരുമ്പോൾ അത് വല്ല മഹർഷിമാർക്കൊക്കെ പറ്റുള്ളൂ. നിർഗുണ നിരാകാരം വീണ്ടും കിഴിപ്പോട്ട് വന്നിട്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് സഗുണ സാകാരം. അത് നോക്കാം, എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ 3, 3, 6, 3, 9 ശ്ലോകങ്ങൾ വരികയാണ്. കുറച്ചൊന്ന് വായിക്കാം അതിൻ്റെ ഏകദേശം ഒന്ന്. അഭ്യാസയോഗയുക്തേന ചേതസ നാന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാൻ അനുചിന്തയൻ. വീണ്ടും ഈ അനുചിന്തയൻ വരുന്നു. അനുചിന്തച്ചാൽ എപ്പോഴും ചോദിക്കാം. അഭ്യാസയോഗേന, അഭ്യാസം ചാലോ വീണ്ടും വീണ്ടും അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതാണല്ലോ അഭ്യാസം. അതെന്തിനാവണം? വെറുതെ അഭ്യാസം എന്ന് പറഞ്ഞിട്ടില്ല, അഭ്യാസയോഗം എന്നുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ സമത്വം. സമത്വത്തിന് വേണ്ടിയാണ് അഭ്യസിക്കുന്നത്. ഇപ്പം നമ്മൾ അഭ്യസിക്കുന്നത് സമത്വം ഇല്ലാതെ ആവാനാണ്. നമ്മുടെ സമത്വമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ കാര്യം ഭക്തി ഉണ്ടാവാൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഇനി പറയുമ്പോൾ 12-ാം അധ്യായത്തിൽ 9-ാം ശ്ലോകത്തിൽ അഭ്യാസയോഗേന എന്ന് അവിടെയും വരും. അതായത് എന്ത് വേണം? അഭ്യാസം. എന്തിനാണ് അഭ്യസിക്കുന്നത്? യോഗം ഉണ്ടാവാൻ. എന്താ യോഗം എന്ന് പറഞ്ഞാൽ സമത. ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടാവും, അതിനൊക്കെ മനസ്സ് എന്തു വന്നാലും സമം എന്ന ഭാവന ഉണ്ട്. അഭ്യാസയോഗേന ചേതസ ന അന്യഗാമിന, മറ്റൊരു ദിക്കിലേക്കും ചേതസ് പോവാതെ ഈ സമയം പരമം പുരുഷം, പരമമായ പുരുഷൻ, പരൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇതെന്നെല്ലാം മുട്ടുക ആ പുരുഷനെ. അതെങ്ങനെയാണ്? ദിവ്യമാണ്. യാതി പാർത്ഥ അനുചിന്തയൻ, നീ അതിനെ തന്നെ ചിന്തിച്ചാൽ നീ ഇപ്പം പ്രയാണകാലത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം നോക്കൂ, ഇത് വളരെ വ്യക്തതാണ്. എന്ത്? സഗുണ നിരാകാരമാണ്. അതാണ് പരമം പുരുഷം എന്നാണ് പറയുന്നത്. അല്ല, അതൊരാളല്ല. അതെ, ആ പുരുഷാർത്ഥം എന്നൊക്കെ ഇല്ലേ, അതിലേക്ക് അങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കണില്ല. നിർഗുണ സാകാരമാണ്, നിർഗുണമാണ്. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാനെ ചിന്തിക്കുക? അപ്പോൾ അതിന് ഭഗവാൻ 8 കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോണു. ഇത് പ്രകാരം ചിന്തിച്ചോ, അപ്പോൾ അത് സാധിക്കുമെന്ന് പറയണേ. കവിം പുരാണം അനുശാസിതാരം അണോരണീയം സമനുസ്മരേദ്യ സർവസ്യ ധാതാരം അചിന്യരൂപം ആദിത്യവർണം തമസപരസ്ഥാൽ എന്നാ ശ്ലോകം. കവിയായിട്ട് ഒരു കവി വെച്ചാൽ ക്രാന്തദർശി, കവിത എഴുതുന്ന ആളല്ല നമ്മുടെ ഇതിൽ.
കാന്തദൃഷ്ടി വരാൻ പോകുന്ന അതിനെയൊക്കെ അറിയുന്ന ആളാണ് ആ ഭഗവാൻ എന്ന ഭാവനയിൽ ചിന്തിക്കുക. കവിം പുരാണം എന്ന് പറഞ്ഞാൽ ഏത് കാലത്താണ് ഉണ്ടായതെന്ന് അറിയില്ല, ആദിയില്ലാത്ത ആൾ. ആ പുരാണം അനുശാസിതാരം എല്ലാവരെയും ശാസിക്കുന്നവനാണ്. ശാസിക്കാച്ചാൽ അതിലെ എല്ലാ ശക്തി ഉണ്ടെങ്കിലല്ലേ, എല്ലാവരെക്കാളും ശക്തനല്ലേ മറ്റൊരാൾ ശാസിക്കാനുള്ളൂ. സർവശക്തനാണ് ഭഗവാൻ. അനുശാസിതരം അണോരണീയൻ. അണോ അണുവിനേക്കാൾ, അണു നമ്മുടെ ആറ്റം എന്നൊക്കെ പറയുന്നില്ലേ, അണു അതിലും ചെറുതാണ്. അണോരണീയൻ സമനുസ്മരേദ്യ സർവസ്യ ധാതാരം, എല്ലാറ്റിനെയും ധരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും നിൽക്കാനോ ഇരിക്കാൻ, അല്ലെങ്കിൽ ആശ്രയം നസം, ആശ്രയമില്ലാണ്ട് പറ്റില്ലോ. സർവസ്യ ധാതാരം അചിന്യ രൂപം. രൂപം എന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം രൂപം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും നടക്കില്ല. എന്ത് അണോരണീയൻ എന്നൊക്കെയുള്ളത് നടക്കില്ല അവിടെ. സർവസ്യ ധാതാരം അചിന്യ രൂപം. ആദിത്യവർണം, ആദിത്യനെ പോലെ ആണ്. അത് തമസ പരസ്ഥാൽ, ഇരുട്ടിൻ്റെ അപ്പുറത്ത്. ഇവിടെ ഈ സൂര്യനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഒരു സംശയം തോന്നാം. സാധാരണ ഉദിക്കുന്ന സൂര്യൻ്റെ കഥയല്ല ഈ പറയുന്നത്. അതിൽ സവിതാവ് എന്നുള്ള ആ പ്രകാശമുണ്ടല്ലോ, അതിനെയാണ്. ഈ സൂര്യനെ അല്ലാണ്ട് നമ്മൾ സൂര്യപൂജകന്മാരല്ല. സൂര്യനെ പ്രതീകമാക്കിയിട്ട് ജ്ഞാനത്തെ പൂജിക്കണം, അല്ലെങ്കിൽ പ്രകാശത്തെ. അതാണ് ഭാരതീയർ പറഞ്ഞാൽ ഭാജ പ്രകാശമാണ്. അതിൽ രതിയുള്ളവരാണ് ഭാരതീയർ. നമ്മൾ സൂര്യനെ പൂജിക്കുന്നവരല്ല. അത് വരുമ്പോൾ ദേവതാപൂജ്യവും, സൂര്യൻ ചന്ദ്രനെയൊക്കെ പൂജിച്ചാൽ. ഈ ഉറക്കം, സൂര്യൻ എങ്ങനെയാ വെച്ചാൽ രാത്രി കഴിഞ്ഞിട്ട് ആണല്ലോ അങ്ങോട്ട് പുറത്തേക്ക് വരിക സൂര്യൻ, പ്രകാശം. അപ്പോൾ ഇരുട്ടൊക്കെ പോയിട്ട് വരണ്ടേ. അതുപോലെ നമ്മുടെ ഉള്ളിലും ഉണ്ടാകുന്ന തമസ്സൊക്കെ പോയിട്ട് ആ ഈശ്വര പ്രകാശം വരുന്നു എന്ന ഭാവനയിലാണ് ഈ സൂര്യനെ പറ്റി ചിന്തിച്ചിട്ട് ഭഗവാനെ ഭജിക്കാൻ പറയുന്നത്. അല്ലാണ്ട് സൂര്യൻ്റെ ഉപാസകന്മാരാണെന്ന് വിചാരിക്കരുത്. അത് അപപ്രകൃതിയും അത് ജ്ഞാനസൂര്യൻ. ആ സൂര്യോദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം, ജീവിതം തന്നെ രാത്രി ഉണങ്ങുന്നുള്ള പുറത്തേക്ക് നീട്ടി വരാം. അപ്പം അതുമാതിരി ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം ഒരു തരം ഇരുട്ടാണ്. കാരണം നമുക്ക് സത്യം അറിയാൻ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ സത്യം അറിഞ്ഞിട്ടാണ് പോണ് ഈ ധ്യേയം. പിന്നെ അധ്യയനം പിന്നെ മടങ്ങി വരില്ലല്ലോ. അങ്ങനെയുള്ള ആളാണല്ലോ ഇവർ പറയുന്നത്. അവിടെ വരുന്ന സമയത്ത് ഇതേവരെ ചെയ്ത നല്ല കാര്യത്തിൻ്റെ ഒരു സമ്മാനം മേടിക്കുന്ന സമയമാണ് എന്ത്, മരണം. അല്ലാണ്ട് ഭയപ്പെടുന്നതല്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇനി ജീവിതത്തിൽ മടങ്ങി വരണ്ട, നിനക്ക് എന്നും ശാശ്വതമായ സമാധാനത്തിലിരിക്കാൻ സാധിക്കും എന്ന ഒരു ഭാവനയാണ് മരണത്തിലുണ്ടാവേണ്ടത്. അതാണ് ഇവിടെ ആ സൂര്യനെ പറ്റി പറയാനും ഈ പറഞ്ഞ ഈ 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഈശ്വരനെ ബ്രഹ്മചിന്ത സാധിക്കുക. കവിം പുരാണം അനുശാസിതാരം അണോരണീയൻ സംസ്മരേദ്യ സർവസ്യ ധാതാരം അചിന്യരൂപം ആദിത്യവർണം തമസപരസ്ഥാൽ. ഇനി പ്രയാണകാലേ മനസാ അചലേന ഭക്തിയാ യുക്തോ യോഗബലേന ചെയ്വ ഭ്രുവോർമധ്യേ പ്രാണമാവേശ സമ്യക് സതപരം പുരുഷം ഉപൈതി ദിവ്യം. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഗുണ നിരാകാരമാണ്. എന്താ അത്? പ്രയാണകാലേ, പ്രയാണം പോക്ക്, ആ പ്രയാണേ മനസ്സ അചലേന, മനസ്സ് ഒന്നിലേക്കും ചലിക്കരുത്. മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചലനമാണ്. ചലനം ഇല്ലാണ്ടായാൽ മനസ്സില്ല എന്നർത്ഥം. അപ്പോൾ മനസ്സ അചലേന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പരിപൂർണമായ തിരോധാനം എന്നർത്ഥമാണ്. അല്ലാണ്ട് അവിടെ മനസ്സുണ്ടാവാൻ വയ്യ. മനസ്സുണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ വരില്ല. മനസ്സെന്ന് പറഞ്ഞാൽ ചലനമാണ്, അത് വെറുതെ ഇരിക്കില്ല. പ്രകൃതിയുടെ സ്വഭാവം അത് പാടില്ല. പ്രയാണകാലേ മനസ്സ അചലേന ഭക്തിയ. ഭക്തിയ എന്ന് പറഞ്ഞാൽ ഭക്തിക്ക് തന്നെ പ്രത്യേകത ഈ അനന്യഭക്തിയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങോട്ടൊന്നും കിട്ടേണ്ടതില്ല, എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ഭക്തി. 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കാണാം 4 തരത്തിൽ ഭക്തി ഉണ്ടാവാൻ പറയുന്നുണ്ട്. 8, 9, 10, 11 4 ശ്ലോകം. ആദ്യത്തെ ശ്ലോകത്തിൽ ഈ പറഞ്ഞ മാതിരി നീയെ ബുദ്ധിയും മനസ്സും ഈശ്വരന് സമർപ്പിക്കേ എന്ന് പറയും 8. അപ്പോൾ ഭഗവാനെ അത് വളരെ വിഷമല്ലേ? വിഷമമുണ്ട്. കാരണം ഈ ശരീരബോധമുള്ളിടത്തോളം കാലം മനസ്സൊന്നുമില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്തോ, ചെയ്യുന്ന പണിയുക, അഭ്യാസയോഗം ചെയ്യും. അഭ്യസിക്ക് എന്തിന്? സമത ഉണ്ടാവാൻ. എന്തൊക്കെ വന്നാലും സമതയ്ക്ക് അങ്ങനെ പറയും.
അതും വിഷമമാണെന്ന് പറയും. അപ്പം എന്നാ സാരി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യും എന്നാണ്. ഭഗവത് കാര്യമാണ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയല്ല, ഈശ്വരന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ പരമാത്മാവിന് വേണ്ടിയാണ് ചെയ്യുന്നതൊക്കെ എന്ന് ഇത് ചെയ്യാൻ പറയും. അതും പറ്റില്ലെങ്കിൽ അവസാനം ഭക്തിയോഗത്തിലാണ് പറയുന്നത്, ഒരു കാര്യം ചെയ്തു, എന്ത് കർമ്മം ചെയ്യാലും അതിൻ്റെ ഫലത്തിൽ ഇച്ഛിക്കാതെ ചെയ്യും എന്ന് പറയും. ഈ 8ലും 9ലും 10ലും ഭക്തി ഉണ്ടാകുന്ന സമയം എന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ ഇത് ചെയ്താൽ ഇന്നതുണ്ടാവും, ഇത് ചെയ്താൽ ഇന്നതുണ്ടാവും, ഇത് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഈ 11ാമത് ശ്ലോകം ഉണ്ടല്ലോ, കർമ്മത്യാഗം, അതിൽ ഫലം പറയണില്ല. അപ്പോൾ ഇന്നത് വെയ്യെങ്കിൽ ഇന്നത്, ഇന്നത് വെയ്യെങ്കിൽ ഇന്നത്, ഇന്നത് വെയ്യെങ്കിൽ എന്നൊരവസാനം. അപ്പോൾ വളരെ താഴ്ന്നതായിരിക്കുമോ ഈ കർമ്മഫലത്യാഗം എന്ന ഒരു സംശയം ഉണ്ടാവാം. അതില്ലാതെയാക്കാൻ ഭക്തി യോഗത്തിലെ ഏറ്റവും രസിക്കുന്നതൊക്കെ അവിടെ വരുമ്പോൾ പ്രത്യേകിച്ചും പറയാം. 12ാമത് ശ്ലോകത്തിൽ ഒരൊറ്റ ശ്ലോകത്തിൽ ഈ കർമ്മഫലത്യാഗത്തിൻ്റെ മഹത്വം പറയാം. മറ്റൊക്കെ ആ ശ്ലോകത്ത് പറഞ്ഞിട്ട് ഈ 11ാമത്തെ കർമ്മഫലത്യാഗത്തിൻ്റെ കേമത്വം ഒരു ശ്ലോകത്തിൽ അതുകൊണ്ട് മാത്രം എല്ലാം സാധിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മം ആഗ്രഹമില്ലാതെ ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഭക്തി അതന്നെയാണെന്ന്. ഭക്തിയോഗത്തിൽ ആ കർമ്മയോഗത്തിന് എത്ര പുറത്തുന്നത്. അതുമാതിരി തന്നെ ഇനി 15ൽ ജ്ഞാനയോഗത്തെ പറയുന്ന സമയത്ത് അവിടെ ഭക്തിയെ പുറത്തും. ബട്ട് 4ൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കർമ്മയോഗത്തെ പറ്റി പറയുമ്പോൾ ജ്ഞാനത്തെ പുറത്തും. അതായത് ഇവയൊന്നും വ്യത്യസ്തങ്ങളല്ല, എല്ലാം ഒന്ന് തന്നെയാണ് പറയുക. അതാണ് പ്രയാണകാലേ മനസാചലേന ഭക്തിയാ യുക്തോ. യുക്തൻ ഞാൻ പറഞ്ഞിട്ട് 2 കാര്യം, ഈ വാക്ക് കുറേ പ്രാവശ്യം പഠിക്കണം. യുക്തനും സക്തനും ഭക്തനും ഉണ്ട്. യുക്തൻ എന്ന് പറഞ്ഞാൽ ഒന്നാവാൻ ശ്രമിക്കുന്ന ആൾ, സമത. സക്തൻ എന്ന് പറഞ്ഞാൽ നശിക്കുന്ന വസ്തുക്കളോട് മനസ്സ് ഒട്ടുന്ന ആൾ സക്തൻ. നശിക്കാത്ത ഒരു വസ്തുവിനോട് മനസ്സ് കൊടുക്കുന്ന ആൾ ഭക്തൻ. അപ്പോൾ യുക്തനുണ്ട്, സക്തനുണ്ട്, ഭക്തനുണ്ട്. ഇവിടെ വേണം ഭക്തിയാ യുക്തോ. ഭക്തിയാച്ചാലോ ഈ നശിക്കാത്ത ഒന്നിനുള്ളതാണല്ലോ സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾ യുക്തൻ ഒന്നാവില്. അതെങ്ങനെയാണ്? യോഗബലേന ചെയ്യുക. യോഗബലം അതായത് പ്രാണായാമ മാതിരി യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ശക്തിയോട് വിട്ട് ഭ്രുവോർ മധ്യേ, ഈ നെറ്റിയുടെ നടുക്കിൽ അവരെ ആജ്ഞാചക്രം എന്നാണ് പേര്. അതെ, അവിടെ എന്ത് ചെയ്യുക? പ്രാണം ആവേശ്യ. പ്രാണൻ ആണല്ലോ നമ്മുടെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ശക്തിയുള്ളത്. ശരീരത്തിൽ മറ്റെല്ലാറ്റിനും കുറച്ച് നേരം കഴിഞ്ഞാൽ മനസ്സാണെങ്കിൽ ഒതുങ്ങും, ബുദ്ധിയാണെങ്കിൽ ഒതുക്കും, ശരീരമായി ഒതുങ്ങും. ഒതുങ്ങാത്ത ഒരൊറ്റ ആൾ പ്രാണൻ മാത്രമേ ഉള്ളൂ. പ്രാണന് എപ്പോഴും ഒഴിവില്ല. ജനിച്ചാൽ പിന്നെ പ്രാണന് മരണം വരെ തുടർച്ചയായിട്ട് പ്രവർത്തിക്കണം. അതിനുശേഷം പിന്നൊരു ശരീരം എടുക്കുന്ന വരെ സമയമായിരിക്കും പ്രാണന് ഒഴിവ്. വളരെ രസികത്വമുണ്ട് അതിൻ്റെ കാര്യത്തിലൊക്കെ. കാരണം ഈ പ്രാണൻ ചലനാണ്. അപ്പോൾ മരിച്ചിട്ട് പിന്നെ ജനിക്കുന്നതിൻ്റെ ഇടയിൽ പ്രാണനില്ല എന്ന് പറഞ്ഞാൽ ചലനമില്ല. അപ്പോൾ ചലനമില്ലെങ്കിൽ എത്ര കാലം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. മരിച്ച് എപ്പോഴാണ് ജനിക്കുക എന്നുള്ളതിന് കാലം വേണമെങ്കിൽ ചലനേ സാധിക്കുള്ളൂ. ഇപ്പോൾ ആ ക്ലോക്കിൽ സൂചി 8ൽ നിൽക്കുന്നു വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ആ സൂചി നനങ്ങുന്നില്ലെങ്കിൽ എത്ര നേരം സംസാരിച്ചു ചോദിച്ചാൽ ഉത്തരം പറയാൻ വയ്യ. കാരണം സൂചി ചലിക്കുന്നില്ല. നേരെ മറിച്ച് സൂര്യ അവിടുന്ന് 10ലേക്ക് എത്തിയാൽ 10 മിനിറ്റ് സംസാരിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചലനമില്ലെങ്കിൽ ഇപ്പോൾ സൂര്യൻ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പറയാൻ പറ്റില്ല. രാത്രി എന്നാണ്. ഇപ്പോൾ പ്രഭാതമാണ്, ഇപ്പോൾ ഒരു ഉച്ചയായിരിക്കുന്നു, ഇപ്പോൾ പകലാണ്, അല്ലെങ്കിൽ സന്ധ്യ പറയും. ഇതൊക്കെ സൂര്യൻ്റെ ചലനത്തെ ആശ്രയിച്ചിട്ടാണ്. രാത്രി ആകുമ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സമയം പറയാ? സമയമില്ല. അപ്പോൾ ചലനമില്ലാഞ്ഞാൽ സാധിക്കില്ല. ഇവിടെ എന്ത് പറഞ്ഞു? ഭ്രുവോർ മധ്യേ പ്രാണമാവേശ സമ്യക് സതം പരം ഉപേതി ദിവ്യം. ദിവ്യമായ ആ പരമമായ പദത്തിലെ, കാരണം അവിടെ ദേശകാല നിമിത്തങ്ങളാണ് ഈ പ്രപഞ്ചം. ഈ ദേശകാല നിമിത്തങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നുമില്ല. പൂർണ്ണത്തിൽ ദേശവും കാലം നിമിത്തം വയ്യല്ലോ. അവിടെ എത്തുന്നു സാധനം. ഇപ്പോൾ 3 ശ്ലോകം കൊണ്ട് സഗുണ നിരാകാര ചിന്തനം. ഈ പ്രയാണകാലം മരിക്കുക എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. കാരണം മരണം എന്നൊന്നില്ല, മാറ്റം എന്നാണ്. ഈ മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലായ്മ എന്ന് തോന്നില്ല. അത് ശാസ്ത്രവിരുദ്ധ. ഇല്ലായ്മ വയ്യ, നശിക്കുക എന്നൊന്നുമില്ല, ലയിക്കുക
പിന്നെ ആരി വരിക, ലയിക്കുക, അതിനല്ലാണ്ട് നശിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവുക എന്നർത്ഥം. അടുത്ത 3 ശ്ലോകങ്ങൾ കുറച്ചും കൂടി കട്ടി കൂടിയതാണ്. നിർഗുണ നിരാകാരത്തെ അപരിവർണം. വളരെ പ്രയാസമുണ്ട്. ഏതക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. ആ പദം, ആ സ്ഥലത്തിനെ ഞാൻ സംഗ്രഹം ചുരുക്കി പറയാം. എന്തൊക്കെയാണ്? ഏത് അക്ഷരം? അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, അല്ലാണ്ട് ലെറ്റർ അല്ലെങ്കിൽ ഒരു കാക്ക എന്നുള്ള അക്ഷരമല്ലത്. അക്ഷരം അക്ഷരമല്ലാതെ ഏത് അക്ഷരം? വേദവിദോ വദന്തി, വേദത്തിനെ അല്ലെങ്കിൽ ജ്ഞാനമുള്ള ആളുകൾ ഏതൊരു ഒന്നിനെയാണോ അക്ഷരം നശിക്കാത്തത് എന്ന് പറയുന്നത്. വിശന്തി യതയോ വീതരാഗ, രാഗം സ്നേഹം ആ ഒരു ഏതിലേക്കാണോ പ്രവേശിക്കുന്നത്. രാഗം എന്ന് പറഞ്ഞാൽ ചലനമുണ്ട് അവിടെ, മനസ്സിൻ്റെ ബുദ്ധിയിലൊക്കെ ഉണ്ട്. ആ തീരെ ഇല്ലാതെയായി അതിലേക്കാണ് എത്തുന്നത്. ഏതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, എന്തിനു വിചാരിച്ചിട്ടാണോ മഹാത്മാക്കളൊക്കെ ബ്രഹ്മചര്യം പ്രവർത്തിക്കുന്നത്. തത്തേ പദം, ആ പദത്തെ സംഗ്രഹേണ ചുരുക്കിയിട്ട് പ്രപക്ഷേ ഞാൻ പറയാം. ഈ ഇവിടുത്തെ 2 വാക്കിന് പറയാനുണ്ട്. ബ്രഹ്മചര്യം എന്ന വാക്ക് ഭാരതത്തിൽ അല്ലെങ്കിൽ സംസ്കൃത ഭാഷയോടുകൂടി ബന്ധപ്പെട്ട ഇതിൽ മാത്രമേ ഉള്ളൂ. മറ്റേലൊന്നും ബ്രഹ്മചര്യം എന്നുള്ള വാക്കില്ല. ഇംഗ്ലീഷിൽ സെലിബസി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവൻ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം കല്യാണം കഴിക്കാത്തവൻ ബ്രഹ്മചാരിയൊന്നുമല്ല. അവൻ അങ്ങേയറ്റം കാമിയാവാം, ബ്രഹ്മചാരിയാവാം. കല്യാണം അതായത് ഈ വാക്കിൻ്റെ രസിച്ച് നോക്കിയാൽ മതി ബ്രഹ്മചര്യം എന്നുള്ളത്. ഇവിടെ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളത് നിഷേധാത്മക അല്ലേ? ബ്രഹ്മചര്യം നിഷേധാത്മക വാക്കല്ല. ബ്രഹ്മത്തിൽ ചരിക്കുക അല്ലെങ്കിൽ വിധായകം ചെയ്യേണ്ട കാര്യമാണ്, ചെയ്യാതിരിക്കലല്ല. അപ്പോൾ കല്യാണം കഴിക്കാതിരിക്കലൊരു ബ്രഹ്മചര്യം ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഈശ്വരനിലേക്ക് ആയി ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു സന്താനമുണ്ടാവാൻ വേണ്ടി മാത്രം സംഭോഗം ചെയ്താലും ആ ആളെയും ഭാരതീയ ഒരു ബ്രഹ്മചാരിയായിട്ട് കണക്കാക്കുക. ഇപ്പോൾ വ്യാസൻ ബ്രഹ്മചാരിയാണ്, അതിന് 3 കുട്ടികളുണ്ടെന്നൊക്കെ നമ്മളിതിൽ കണ്ടിട്ടുണ്ടോ. പക്ഷേ അതൊന്നും സാരില്ല. ഭഗവാൻ കുറേ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണനൊക്കെ. പക്ഷേ ശ്രീകൃഷ്ണൻ നിത്യ ബ്രഹ്മചാരിയാണ്. അപ്പോൾ സാധാരണക്കാരൻ വിചാരിക്കുന്നത് ഈ കല്യാണം കഴിക്കാത്തവരെക്കാളും ബ്രഹ്മചാരി എന്നാണ്. അങ്ങനെയില്ല. കല്യാണം കഴിക്കാത്ത ആൾ ചിലപ്പോൾ വ്യഭിചാരിയും. കാരണം അയാൾക്ക് പലതും അതിനെപ്പറ്റി വിചാരണവും. അങ്ങനെയുള്ളത് മിഥ്യാചാരനാണെന്ന് 3-ാം ശ്ലോകത്തിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടാവണം അവിടെ. അതായത് ശരീരം ഒതുക്കി നിന്നിട്ട് മനസ്സ് കൊണ്ടതൊക്കെ ചെയ്യുക. അവൻ സന്യാസിയല്ല, മിഥ്യാചാരിയാണ് എന്ന് 3-ൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് വേണ്ട ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതിലേക്ക് മനസ്സില്ലാച്ചാൽ അയാളാണ് ബ്രഹ്മചാരി. അങ്ങനെ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി. എന്താ ഈ ബ്രഹ്മത്തിൽ ചരിക്കുക? പൂർണ്ണനാവുക എന്നാണ് ചരണ. അയാളെന്ത് ചെയ്യുന്നു? തത്തേ പദം, ആ പദം ഏതൊന്നുമില്ല ചെന്നാൽ പദം എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നർത്ഥം. പദം നില. സംഗ്രഹേണ പ്രപക്ഷേ, സംഗ്രഹം ചുരുക്കി പറയാം. ഏത്? ആ ഈശ്വരൻ്റെ സ്ഥാനം ഉണ്ടല്ലോ, അതെന്താണ് ചുരുക്കി പറയാം. അതെന്താണ്? സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യജ മൂർധ്യന്യാധായ ആത്മന പ്രാണമാസിതോ യോഗധാരണം. കഴിഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം കൂടി വരുള്ളൂ. ഓമിത്യേകാക്ഷരം ബ്രഹ്മൻ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതി തെജൻ ദേഹം സ യാതി പരമാം ഗതിം. സർവദ്വാരാണി സംയമ്യ, എല്ലാ ദ്വാരങ്ങളെയും അടയ്ക്കുക വെച്ചാൽ 9 ദ്വാരങ്ങളാണ് നമുക്കുള്ളത് ശരീരത്തിൽ. 2 കാത്, 2 കണ്ണ്, 2 മൂക്ക്, വായും, അങ്ങനെ 7 ദ്വാരം കഴുത്തിന് മുകളിലിരിക്കുക. പിന്നെ 2 ഉള്ളത്, 1 മൂത്രദ്വാരവും 1 മലദ്വാരവും. അങ്ങനെ 9 ദ്വാരേ നോക്കുള്ളൂ. ആ ദ്വാരങ്ങളെയൊക്കെ അടിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം? ഇന്ദ്രിയങ്ങളെയൊക്കെ ഒതുക്കുക എന്നർത്ഥമാണ്. കണ്ണ് 2 ദ്വാരം അടച്ചാൽ പിന്നെ ചെവി കേൾക്കില്ല, മൂക്ക് ഉണ്ടാവില്ല. ഈ ത്വക്കിൻ്റെയാണ് ഇവിടെ പറയുന്നത്, അതും ഉണ്ടാവില്ല. മറ്റത് മണം, ഈ മലമൂത്രത്തിൻ്റെ അതും ഒതുക്കിച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനും ഒതുക്കുക. അത് പ്രവൃത്തി ചെയ്യില്ല എന്നല്ല, അതിൽ ആസക്തി ഇല്ലാതെ പ്രവർത്തിക്കുക. അതാണ് മുമ്പ് പറഞ്ഞതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വേണം. പത്മപത്രം ഇവാംബസ, വെള്ളത്തിലാണ് കിടക്കുന്നത്, പക്ഷേ അത് അമരോട്ടില്ല. അയാളൊന്നും ചെയ്യില്ല എന്നല്ല, വെറും മരക്കട്ട പോലെ അയാളൊരു കാര്യം ആവശ്യമില്ല. ജീവിച്ചിരുന്നിട്ട് ഇതിനോട് ബന്ധമില്ലേക്കണം. സർവദ്വാരാണി സംയമ്യ മനോ
ഹൃദി നിരുദ്ധ്യച്ച, മനസ്സിനെ ഹൃദയത്തിൽ നിരോധിക്കണം. ഹൃദയം എന്ന് പറയുന്നത് ബുദ്ധിക്കും അപ്പുറത്തുള്ള അത് ഒരു അവയവമല്ല, ഒരു ഭാവനയാണ്. ഒരാളെ വല്ലാണ്ട് ദ്രോഹിക്കുമ്പോൾ കണ്ടാൽ നമ്മൾ പറയും, ഓ അയാൾക്കൊരു ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ ഈ രക്തം പമ്പ് ചെയ്യുന്നില്ല എന്ന് അർത്ഥമല്ലല്ലോ, അത് അവിടെ ഉണ്ടല്ലോ. സൽഗുണങ്ങളുടെ സ്ഥാനമാണ് ഹൃദയം. ആ മനസ്സെന്ത് വന്നു? ഹൃദയത്തിൽ നിരുദ്ധ്യ, അതിൽ ഉറച്ചു നിൽക്കണം. നിരുദ്ധ്യജ. പിന്നെ മൂർധന്യാഥായ ആത്മന, മൂർധനി ഇവിടെ തലേൻ്റെ മോൾ ഇവിടെയാണ് ഈ സഹസ്രാരം. ആജ്ഞ കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത ഇതാണ്. ചിലപ്പോൾ കുറച്ചൊക്കെ പതഞ്ജലി യോഗശാസ്ത്രം ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വരുന്നുണ്ട്. അതിനെ മുഴുവൻ സ്വീകരിച്ചിട്ടൊന്നുമില്ല ഗീത. എങ്കിലും ഇവിടെ അവസാനത്ത് ഇവിടെ ഒരു ചെറിയ ദ്വാരം അത്ര മൂർധനി ഹയസ്റ്റ് ആണ്. അവിടുന്ന് അതേ കൂടിയാണ് ഈ ജീവൻ ശരീരം വിട്ടു നോക്കിയ അതിൽ മോക്ഷം സാധിക്കുന്നതാണ്. ഞാൻ രമണ മഹർഷിയുടെ ഇതിലൊരു വായിച്ചിട്ടുണ്ട്. ഗണപതി ശാസ്ത്രി എന്നൊരു മഹാത്മാവുണ്ടായിരുന്നു. വളരെ നല്ല ആളാണ്. അപ്പോൾ രോഗശയ്യയിൽ കിടക്കുകയാണ്. അപ്പോൾ രമണ മഹർഷിയോട് ഇരുന്നു. അങ്ങനെ ഇരുന്ന് ആ ഊർദ്ധൻ്റെ ഇതൊന്നു സ്വാമിക്കും അറിയാം. ആ കഴിഞ്ഞപ്പോൾ മരിച്ചപ്പോൾ രമണ മഹർഷി പറഞ്ഞു, ഓ കണ്ണുകൂടിയാ പോയത്, ഒരു ജന്മം കൂടിയും വേണം. അതായത് ആ വാസന പോകുന്നത് കാണാൻ സാധിക്കുന്ന ആളാണ് രമണ മഹർഷി. കണ്ണുകൂടി അത്ര പോയത്. അപ്പോൾ നല്ല ദൃഷ്ടിയുണ്ട്, പക്ഷേ മൂർധനി കൂടിയല്ല പോയത്. അതുകൊണ്ട് ഒരു ജന്മം കൂടി വേണ്ടി വരും, എന്നിട്ടേ ഇതിന് മോക്ഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ വലിയ ശരീരം ആത്മാവ് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. മഹാത്മാക്ക് അത് സാധിക്കൂത്രേ. അങ്ങനെ ആളുകൾ ഇതൊക്കെ അവർ നടന്ന കഥ തന്നെ. അപ്പോൾ മൂർധന്യാധായ പ്രാണം ആസ്ഥിതോ യോഗധാരണം, ആ യോഗശക്തി ഉണ്ടെങ്കിൽ സാധിക്കുള്ളൂ. എന്നിട്ട് ഓം ഇത്യേകാക്ഷരം ബ്രഹ്മൻ. ആ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശരീരം വിടുന്ന സമയത്ത് ഞാൻ പറയാം സങ്കല്പം അവസാനിക്കുമ്പോൾ എന്നർത്ഥമേ ഉള്ളൂ. ബ്രഹ്മ വ്യാഹരൻ അന്ന് വ്യവഹരിക്കുക പറയാം. ഓം എന്ന് പറയാം. അല്ലെ പൂർണ്ണനാണെന്നാണല്ലോ. മാം അനുസ്മരൻ, അങ്ങനെ ആരാണോ എന്നെ അനുസ്മരിക്കുന്നത് സ പ്രയാതി ത്യജൻ ദേഹം, അയാൾ ഈ ദേഹം ജനിച്ചാൽ സ അത് പരമാം ഗതിയും, പരമമായ ഗതിയെ അദ്ദേഹം പ്രാപിക്കും. എന്ന് പരമമായ ഗതിച്ചാൽ പിന്നെ അയാൾക്ക് വീണ്ടും സങ്കല്പമില്ല. പുനരഭി ജനനം പുനരഭി ജനനി ജഡരേ ശയനം എന്നാണ് ഉള്ളത്. അങ്ങനെ ഒന്നുമില്ല. അയാൾ ഈശ്വരനെ പോലെ ഈശ്വരനെയും അവിടെ സാധിക്കും. അപ്പോൾ 11, 12, 13 ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ. ഇനി ഇത്ര തന്നെ പ്രയാസമില്ലാത്ത സഗുണസാകാരത്തെ പറ്റിയ മരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ആദ്യം ഇപ്പോൾ സഗുണ നിരാകാര തരത്തിലാവാം. ഇനി മഹാത്മാക്കളാണെങ്കിൽ നിർഗുണ നിരാകാരം. ഇനി നമ്മളെ പോലുള്ള ആളുകൾക്ക് സഗുണസാകാരം, അതിന് എളുപ്പമുണ്ട് പറയണം. അനന്യചേത സതതം യോ മാം സ്മരതി നിത്യശ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. അനന്യചേത, അവിടെയും മനസ്സാണല്ലോ ആധാരം. അനന്യ, മനുഷ്യൻ്റെ മനസ്സ് വേറെ ഒന്നിനും പോവാതെ പൂർണ്ണത. അനന്യചേത സതതം, എല്ലായ്പ്പോഴും യോ മാം സ്മരതി, എപ്പോഴാണ് എല്ലാപ്പോഴും. ഇപ്പം നമ്മളുടെ മനസ്സ് സാധാരണ നമുക്ക് അനുവദിച്ച് നോക്കുക, ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കം വരെ മനസ്സ് വിഷയങ്ങളിലാണ് നമ്മുടെ സ്മരണമൊക്കെ. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഗുണസുഖത്തിനെ അനുഭവിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്വപ്നത്തിൽ ഇവിടെ സ്ഥൂലമാണെങ്കിൽ അവിടെ സൂക്ഷ്മമായ കാര്യങ്ങൾ അനുഭവിക്കുന്നു സ്വപ്നത്തിൽ. ഉറക്കത്തിൽ തമസ്സാവുകൊണ്ട് ഇതൊന്നും ഇല്ലേനി. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളെ വിട്ടിട്ടുള്ള ഒരു നിലനിൽപ്പ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കില്ല, ഒരിക്കലുമില്ല. ശരീരത്തിന് ഇല്ല. ഇവിടെ അങ്ങനെയല്ല. എന്ത് വേണം? അനന്യചേത, വേറെ ഒന്നിനും ചേതസ് അനന്യൻ, സതതം എല്ലായ്പ്പോഴും. യോ മാം സ്മരതി നിത്യശ എന്നും. തസ്യാഹം സുലഭ, അവന് ഞാൻ സുലഭാണ്. പാർത്ഥ നിത്യയുക്തസ്യ യോഗിന. നിത്യയുക്തം, യുക്തൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണത്? യുക്തനാണ് പൂർണ്ണ. 6-18 ശ്ലോകം ഓർമ്മ ഉണ്ടോ അറിയില്ല. 6-18 ശ്ലോകം ആരാണ് യുക്തം എന്നുള്ള 6 പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഥാ
വിനീയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. 6-18 ശ്ലോകമാണ്. യഥാ വിനീയതം വിശേഷേന നയിച്ചിരിക്കുന്നു. ആരെ? ചിത്തം ആത്മന്യേവ അവതിഷ്ഠതേ. ആത്മാവിലെ പൂർണ്ണതയിൽ മാത്രമാണ് എന്താണ് ചിത്തം നിൽക്കുന്നത്. അത് അതിലെന്ത് ചെയ്യുന്നു? നിസ്പൃഹ. അയാൾക്ക് സ്പൃഹ എന്നുള്ളതിനെ പറഞ്ഞു തന്നിട്ടുണ്ട്. മരണത്തിന് എന്നൊരു പേടിയുണ്ടാവും, അതും ഇല്ലേണ്ടി. മരണഭയം കൂടി ഇല്ലാതാണ് നിസ്പൃഹ സർവകാമേഭ്യോ. അങ്ങനെയുള്ള ആളെ യുക്ത ഇത്യുച്യതേ തജ. അപ്പോൾ ആ ആളെ യുക്തനാണ് എന്ന് പറയും. അതായത് പൂർണ്ണതയിൽ മാത്രമേ ആ അദ്ദേഹത്തിന് മനസ്സില്ലാണ്ടായി ആണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും മനസ്സ് അപൂർണതയിലാണ് നിൽക്കുക. അങ്ങനെയുള്ള അവിടെ എത്തിയ ആൾ ഓമിത്യാക്ഷരം ബ്രഹ്മൻ വ്യാഹരൻ മാമനുസ്മരൻ യ പ്രയാലി തദ്ദേഹം സ യാലി പരമാം ഗതിം അനന്യചേതാ സതതം യോ മാം സ്മരതി ദിശ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ എന്നാ അവിടെ പറഞ്ഞു. ആ യുക്തനല്ല, നിത്യയുക്തസ്യ. ആര്? അദ്ദേഹമാണ് യോഗി. യോ എന്ന് പറഞ്ഞാൽ അർത്ഥം സമതമുള്ള ആള്. നമ്മൾ യോഗികൾ പറഞ്ഞാൽ അതാണ് നുക്തനും യോഗിന വെച്ചാൽ ഒരാളല്ല, അങ്ങനെ അനവധി ആളുകളുണ്ടെന്ന് പറയാം. നമ്മൾ സാധാരണ യോഗി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക വേഷഭൂഷങ്ങളൊക്കെ ഉള്ള ആളാണ്, യോഗികളാണ് അധികമൊക്കെ എന്ന് പറയാറുണ്ട്. അതല്ല, ശരീരത്തെ നോക്കിയിട്ടാണ്. അയാൾ യോഗിയായിക്കൊള്ളുന്നില്ല. യോഗി എന്ന് പറയുന്നത് എങ്ങനെയാണ്? സമത, എന്ത് വന്നാലും സമത ഉള്ള ആൾ, അയാളെയാണ് യോഗി. ആ ആളാണ് ഏറ്റവും വേഗം എന്നുള്ളത് 6:32 പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ട് പിന്നെയും ഇടയ്ക്കൊക്കെ വളരെ ആവശ്യമാണ്. ആത്മാവുപമെന്ന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോ മത. ആത്മാവുപമ്യം വെച്ചാൽ ഞാനും മറ്റ് ആത്മാവുള്ള ശരീരങ്ങളൊക്കെ ഒന്നാണെന്ന് ആത്മാവിന് സർവത്ര സമം പശ്യതി. ആ സമത്തിനൊരു പശ്യതി എന്ന് പ്രത്യേകിച്ചിട്ടുണ്ട്. എന്താണത്? സമത്വ ദർശനേ പാടുള്ളൂ, സമത്വ പ്രവർത്തനം പാടില്ല. അതൊക്കെ പറഞ്ഞൊന്നും ഓർമ്മ ഉണ്ടല്ലോ. സമം പശ്യതി യോ അർജുന സുഖം വാ യതി ദുഃഖ. സുഖം വരട്ടെ ദുഃഖം വരട്ടെ ദുഃഖം സ യോഗി പരമത. ഒരാളുടെ സുഖം വന്നാൽ അയാൾക്കുണ്ടായ അത്ര സുഖം എനിക്കുണ്ടാവും. എനിക്ക് അധികമില്ല, കുറവില്ല. മറ്റൊരാൾക്ക് ദുഃഖം വന്നാൽ അത്ര തന്നെ ദുഃഖം ഉണ്ടാവും. അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരാളുടെ ദുഃഖം വരുമ്പോൾ ഒക്കെ എനിക്ക് ദുഃഖം വന്നാൽ എനിക്ക് ദുഃഖിക്കാനേ നേരണ്ടാവുള്ളൂ. ലോകത്തിൽ അനവധിയാൾക്ക് ദുഃഖം അതല്ല അർത്ഥം. എനിക്ക് ദുഃഖം വന്നാൽ ഞാൻ എങ്ങനെയാണോ ദുഃഖമില്ലാതെയാക്കാൻ പ്രവർത്തിക്കുക, അതുപോലെ മറ്റൊരാളുടെ ദുഃഖം വന്നാൽ അയാളുടെ ദുഃഖം ഇല്ലാണ്ടാക്കാൻ അവിടെ സമത. എൻ്റെ ദുഃഖം ഇപ്പോൾ എനിക്ക് ദുഃഖം വന്നാൽ ഞാനതില്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലേ, അതേപോലെ മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ അയാളുടെ ദുഃഖമല്ല സ്വീകരിക്കുക, അയാളുടെ ദുഃഖം ഇല്ലാതെയാക്കാൻ അയാളെങ്ങനെ പരിശ്രമിക്കുമോ അത്രയും പരിശ്രമിക്കും. ഇയാൾക്ക് ദുഃഖമില്ല, അതെ, അളവറിയാം. തെർമോമീറ്റർ പോലെ. അതിന് സ്വയം ചൂടില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ചൂട് അളക്കാൻ പറ്റുന്നത്. ഈ യോഗി പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വയം ചൂടില്ല, കാരണം ചിന്ത ആഗ്രഹമൊന്നുമില്ലല്ലോ. ആ ആള് അങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു. യോഗിന എന്ന വാക്ക് പറയാൻ കാരണം ഈ ഗീതയിലെ അർത്ഥം വളരെ മനസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. യോഗി എന്നൊക്കെ പറഞ്ഞാൽ സമതയാണ്. ഈശ്വരൻ്റെ പേരെന്നെ സമതയാണ്, സത്യത്തിൻ്റെ പേരെന്നെ സമദർശനാണ്. ഇത് അത്യന്തം അത്ഭുതമായിട്ടുള്ള സംഗതിയാണ്. നമുക്ക് എപ്പോഴും സമതയില്ല, വിസമതയുള്ളത്. വിസമത വെച്ചാൽ അല്ല, അതിനാണ് വാക്ക് വിഷമത. ഈ വിഷമത എന്നുള്ളത് ഈ വാക്കിൽ വന്നിട്ടുണ്ട്. വിസമത, സമത ഇല്ലാത്ത സ്ഥലം. അപ്പോൾ വിഷമാണ്. വിഷമം വെച്ചാൽ സമയില്ല എന്നർത്ഥം. മഹാത്മാക്കളല്ല, സമാണ്. എന്താ കാരണം? സമല്ല. അപ്പോൾ നല്ലതും ചീത്തയും ലോകത്തുണ്ടാവും, അതില്ലാതെയാക്കാൻ ഈ മഹാത്മാവിന് പറ്റില്ല. രണ്ടും തന്നെ ബാധിക്കില്ല. പത്മപത്രം യുവാംബസ അതിനർത്ഥം. അതൊക്കെ അവിടെ നിൽക്കും, തന്നെ ഒന്നും ബാധിക്കില്ല. അങ്ങനെയുള്ള യോഗിന. പിന്നെ അങ്ങാള് മാമുപേത്യ പുനർജന്മം ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗത. സംസ്കൃതം കുറച്ച് പരിചയമായ ഒരു പ്രയാസമില്ല, അല്ല സാമാന്യാർത്ഥം. പിന്നെ എത്ര വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു ആവശ്യം പറയട്ടെ, കാരണം ഞാൻ വായിച്ച പുസ്തകങ്ങളുടെ ഒരു ഉദാഹരണം പറയാം. ശങ്കരഭാഷയാണ് പ്രധാനമായിട്ട്. അത് വായിച്ചിട്ടുണ്ട് ഞാൻ.
പിന്നെ ഉള്ളത് രാമാനുജൻ്റെ ഭാഷയാണ്. അത് ഞാൻ കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല, പറയുന്നത് കേട്ടിട്ടുള്ളൂ. വളരെ ഇതാണ്. കുറച്ച് നോക്കിയിട്ടുള്ളത് പിന്നെ ഉള്ളത് മാധ്വാചാര്യരാണ് അധ്യയനം. അതും കുറച്ച് നോക്കിയിട്ടുണ്ട്. അതായത് ശങ്കരാചാര്യരെ അദ്വൈത പ്രകാരം, രാമാനുജാര്യർ വിശിഷ്ടാദ്വൈത പ്രകാരം, മാധ്വാചാര്യർ ദ്വൈതമായിട്ട് ഇങ്ങനെ വായിട്ടില്ല. അതിൽ രാമാനുജാര്യർ വായിച്ചിട്ടില്ല. അവിടെ വേണ്ടി കുറച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് പരിചയമില്ല. പിന്നെ അടുത്ത കാലത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ ആദ്യം നമുക്ക് പറയാൻ തോന്നുന്നത് ഒക്കെ പുസ്തകം ഉണ്ടെങ്കിൽ വായിക്കുന്നത് നന്നായിരിക്കും ചെയ്യും. നമുക്ക് ആദ്യം ഈ സ്വാതന്ത്ര്യ കാലത്താണ് പ്രധാനം വന്നത്. ഒന്നാമത്തത് ലോകമാന്യ തിലകൻ്റെയാണ്. അതിപ്പോൾ കിട്ടാനുള്ള പുസ്തകം മലയാളത്തിൽ ഒന്നാന്തരം പുസ്തകമാണ്. പക്ഷെ നല്ല വിഷമമുണ്ട് അതിന്. ഗീതാരഹസ്യം എന്നവർ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ വാക്കിന് അർത്ഥം തോന്നുന്നില്ല. അതിൽ 15 പ്രസംഗമാണ്. അല്ല, ആ ഓരോന്നിനെ പറ്റിയിട്ട് അതിൽ ഗീത മുഴുവനും അറിഞ്ഞ ആളെ അത് തൊടാൻ പോയിട്ട് കാര്യമുള്ളൂ. കാരണം ആദ്യത്തെ ഇങ്ങനെ എല്ലാം പറയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വളരെ ടഫ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ നല്ലതാണ്. അരവിന്ദ ഘോഷിൻ്റെ ദ എസ്സൈസ് ഓൺ ഗീത എന്നൊരു പുസ്തകമുണ്ട്, വളരെ നല്ലതാണ്. ഗാന്ധിജി ചെറിയൊരു പുസ്തകം ചെയ്തിട്ടുണ്ട്, അനാസക്തി യോഗം, പക്ഷെ നല്ലതാണ്. അങ്ങനെ ഒന്നുണ്ട്. അതൊക്കെ പിന്നെ ഉള്ളതാണ് ആചാര്യ വിനോബാവയുടെ അതിൻ്റെ ഗീതാ പ്രവചനമുണ്ട്. ഇപ്പോൾ വെല്ലൂർ ഗീതാ പ്രവചനം, അത് കുറേ കൂടി നന്ന്. പിന്നെ ഗീതായി ചിന്തനിക എന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഹിന്ദി അറിയുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഈ രാമസുഖദാസിൻ്റെ പുസ്തകം. കാരണം എന്തിനാത് വായിക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ, പിന്നെ സാധാരണ കുറേ മലയാളത്തിൽ അനവധി ആൾ എഴുതിയവരുണ്ട് ഇവരെ. അവരൊക്കെ ചിലപ്പോൾ വാക്കിന് അർത്ഥം പറയണേ ഉണ്ടാവുള്ളൂ. ഈ ആന്തരമായി അങ്ങനെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ളത് എന്താ വളരെ കഷ്ടിയാണ്. ഇതങ്ങനെ പോരാ. ഗീത അങ്ങനെ പഠിച്ചാൽ അത് ശരിയാവില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക തന്നെ വേണം. കാരണം ഇതൊരു ശാസ്ത്രമാണ്. അത് ഭഗവാൻ തന്നെ 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേ പറയുള്ളൂ, ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇത് മുക്ത. അപ്പോഴേ ശാസ്ത്രം പറയുള്ളൂ. അപ്പോൾ ഇവിടെ മാമുപേത്യ പുനർജന്മം ദുഃഖാലയം അശാശ്വതം നാപ്നുബന്ധി മഹാത്മാന സംസിദ്ധിം പരമാം ഗത. സിദ്ധി തന്നെ 2 തരം സിദ്ധികളുണ്ട്. ചില സിദ്ധികൾ ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് മറ്റൊരു ഡിഗ്രിയിൽ പോവുക, അല്ലെങ്കിൽ എന്താണ് എന്നെ കാണാണ്ടേ ആവുക. പലതരം സിദ്ധികളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ആളുകൾ സിദ്ധന്മാരെ പറഞ്ഞിട്ടേ മരുന്ന് എന്തെങ്കിലും തന്നാൽ സൂക്കടപ്പാണ് മാറുക, പറഞ്ഞാൽ തന്നെ സൂക്കട് മാറുക, അങ്ങനെയൊക്കെ സിദ്ധി ഉണ്ട്. ആ സിദ്ധി വളരെ മോശമാണ്. കാരണം അതൊക്കെ ഭൗതികൻ. അതുകൊണ്ട് ഇയാൾക്ക് അഭിമാനം വളരും. ചിലപ്പോൾ കുറേശ്ശെ അതിന് പണം സമ്പാദിച്ചു എന്നും വന്നിരിക്കും. ആ സിദ്ധി വയ്യ. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ സിദ്ധി എന്ന് പറയാണ്ട് സംസിദ്ധി എന്ന് പറയുന്നത്. വേണ്ട മാതിരിയുള്ള സിദ്ധി. ആ സിദ്ധി എന്താണ്? താൻ പരമാത്മാവാണ്, താൻ ശരീരമല്ല ആത്മാവാണെന്ന ബോധം വരലാണ് സംസിദ്ധി. മറ്റത് സാധാരണ സിദ്ധികൾ. നമ്മൾ സിദ്ധന്മാരെന്ന് പറയില്ലേ, ഇപ്പോൾ സിദ്ധവൈദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലത് പരമാം ഗത. ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തന അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മം ന വിദ്യതേ. ആ ബ്രഹ്മലോകം വരെ ഉള്ളതൊക്കെ ലോകാഹ പുനരാവർത്തിന, വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടുവരും. മാമുപേത്യ തു എന്നെ കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. പിന്നെ പുനരാവർത്തില്ല. ഏതുവരെ? ഇപ്പോൾ നദിയുടെ ഒഴുക്ക് എത്ര വരെയാണ്? സമുദ്രത്തിന് വരെ. സമുദ്രത്തിൽ പിന്നെ ഒഴുക്കില്ല, അതല്ലേ പോകാൻ പറ്റുള്ളൂ. മറ്റേത് എത്രയൊക്കെ വെള്ളം ഒഴിച്ചാലും പിന്നെയും ഇങ്ങനെ തന്നെ വരും. എത്രയായാലും അവസാനിക്കില്ല. അതായത് പ്രകൃതി എന്നുള്ളത് ചലനമാണ്. ചലനം ഉള്ളതൊക്കെ സാപേക്ഷണം. അതിനെ അപേക്ഷിച്ചിട്ടേ ചലിക്കു വയ്ക്കൂ. അത് എന്നും നിലനിൽക്കുന്നതല്ല, നിരപേക്ഷം മാത്രം. ആ സമുദ്രം നിരപേക്ഷം എന്ന് അർത്ഥം എടുക്കരുത്. കാരണം അത് ഭൂമി ഒരു ഗോളാണ്. ഇവിടെ പറയുന്നത് നിരപേക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിനും ബുദ്ധിയും കൂടി പിടികിട്ടാത്ത സംഘത്തിനെ പറഞ്ഞു അവിടെ എത്താൻ സാധിക്കണം. അതിന് വേണമെങ്കിൽ എന്ത് വേണം? ഇവിടെ മുഴുവനും മനസ്സിൻ്റെ കഥയായി പറഞ്ഞത്. മനസ്സ് എന്നുള്ളതിൻ്റെ ഒതുക്കം വെച്ചാൽ മനസ്സില്ലാതെയാവുക. നമ്മളതിന് സാധാരണ ഭാഷയിൽ അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് പരിഭ്രമം വരുന്നുണ്ട്. അത് പറയാതെ മനസ്സ് ശുദ്ധാവുക എന്നാണ്. മനസ്സ് ശുദ്ധാവുക വെച്ചാൽ മനസ്സിൽ ആഗ്രഹമുള്ളിടത്തോളം മനസ്സഴുക്കുക. ഒരാഗ്രഹവും ഇല്ലാണ്ട് മനസ്സ് ശുദ്ധയിച്ചാലോ അപ്പോൾ മനസ്സില്ലാണ്ടേ അത് പറയാൻ ഭയം പാണ്ടു എന്ന് പറയുന്നു. അത് വേണ്ട വെച്ചിട്ട് മനസ്സ് ശുദ്ധാവട്ടെ പറയണം. ആ ബ്രഹ്മ ഭുവനാലോക ആ ബ്രഹ്മലോകം തൊട്ട്
14 ലോകങ്ങളെ പറ്റിയൊക്കെ ഭാഗവതത്തിലും രാമായണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പറയണില്ല. പുനരാവർത്തനം, അത് പുനരഭി ജനനം പുനരഭി ജനനി ജഡരേ ശയനം എന്ന് പറഞ്ഞിട്ട് ജനിക്കുക മരിക്കുക മാമപേത്യത്തു കൗന്ദേയ, എന്നെ വന്നാൽ, മാംച്ചാൽ എന്നെ പൂർണ്ണത, എപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കൗന്ദേയ. പുനർജന്മ ന വിദ്യത, പൂർണ്ണനായി കഴിഞ്ഞാൽ പിന്നെ ജനന മരണങ്ങൾ ഇല്ല. അപ്പം നമ്മൾ ഒന്നുകൂടി നോക്കുക. 8, 9, 10 സഗുണ നിരാകാരത്തെ പറ്റി പറഞ്ഞു. 11, 12, 13 നിർഗുണ നിരാകാരത്തെ പറ്റി പറഞ്ഞു. 14, 15, 16 സഗുണ സാകാരത്തെ പറ്റി പറഞ്ഞു. ഇങ്ങനെ 3 തരത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശേഷം ഇനി ഭഗവാൻ ഈ ബ്രഹ്മലോകത്തെ, ഏത് പ്രയാതി എന്നുണ്ടല്ലോ, അവിടെ 2 ലോകങ്ങളെ പറ്റി പറഞ്ഞു. ഒന്ന് ബ്രഹ്മലോകം എന്നൊന്നുണ്ട്. ആ പൂർണ്ണത എത്തുന്നതിൻ്റെ മുമ്പേ ഒരു സ്റ്റേജാണ് ബ്രഹ്മലോകം. അവിടെ വരെത്തും. എന്നിട്ട് ആ ബ്രഹ്മാവ് പ്രളയത്തിൽ ഈശ്വരനെ ലയിക്കും. അപ്പോൾ അതോടുകൂടി ഈശ്വരനെ ലയിക്കും. അങ്ങനെ ഒരു പ്രയാതി എങ്ങനെയാണ് മരിക്കുക എന്നുള്ളവർ പറയുന്നത്. അങ്ങനെ ഒന്നുണ്ട്. പിന്നെ അതൊന്നുമല്ലാണ്ട് നേരിട്ട് ഈശ്വരനിലേക്ക് ലയിക്കുന്നുണ്ട്. അതൊക്കെ ഇനി 27, 28 ശ്ലോകത്തിൽ വരും. അവിടെ പറയണു, ഇവിടെ ഒരു കണക്ക് പറയാൻ പോവുകയാണ്. സഹസ്രയുഗ പര്യന്തം യൽ ബ്രഹ്മണോ വിദു രാത്രിയും യുഗസഹസ്രാന്തം തേ അഹോരാത്രവിദോ ജന. അഹോരാത്രം, അഹസ് പകല്, രാത്രി ഇരുട്ട്. പകലും രാത്രി അറിയണവരാരാ? അല്ലെങ്കിൽ ഈ ചക്രം അറിയണ ആള് ആരാന്നാ ചോദിക്കുന്നത്. പകലും രാത്രി എന്നല്ല, ഈ ചക്രം അറിയണവരാ. ആ ബ്രഹ്മം എന്താണ്? സഹസ്രയുഗ പര്യന്തം. ബ്രഹ്മാവിന് 1000 ഇവിടെ ലേശൊരു ഈ കുറേ അധികം ഉണ്ടാവില്ല. എന്നാലും ഒന്ന് സൂചിപ്പിക്കാം. ഈ യുഗം എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യങ്ങളൊക്കെ. നമുക്ക് പറഞ്ഞു വരുന്ന സമയത്തിൻ്റെ കണക്ക് ആദ്യം അത് നിമിഷമാണ്, ഒരു സെക്കൻഡ് അങ്ങനെ വയ്ക്കൂ. പിന്നെ 60 സെക്കൻഡ് ഒരു മിനിറ്റ്, 60 മിനിറ്റ് ഒരു മണിക്കൂർ, 24 മണിക്കൂർ ഒരു ദിവസം, 365 ദിവസം ഒരു കൊല്ലം. ഇങ്ങനെയാണ് ഈ പാശ്ചാത്യരുടെ കണക്ക്. നമ്മുടെ കണക്ക് അങ്ങനെയല്ല. ഇവിടെ അതിസൂക്ഷ്മ. ഏകദേശം ഒരർത്ഥം പറയാൻ വേണ്ടി പറയട്ടെ. അതവിടെ ഈ ആത്മഭവനെന്നുള്ളേ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഓടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചിലപ്പോൾ ഒരു സൂര്യൻ്റെ വെളിച്ചം വരുമ്പോൾ ഒരു ചെറിയൊരു വെളുത്ത ഒരു ഇതിങ്ങനെ കാണാം. ഒരു എന്താ പറയുക, ഒരു കുഴൽ പോലെ ഇങ്ങനെ വെളിച്ചമായിട്ട് കാണാൻ സാധിക്കരുത്. അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൊടികളുണ്ടാവും. അങ്ങനെ കാണാൻ അത് ആ ഓടാടുത്ത കാണില്ല. ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടത് കാണില്ല. അത് ഏതെങ്കിലും ഒരു ചെറിയ ദ്വാരത്തിൽ കൂടി മാത്രം വരുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേകത കാണുള്ളൂ. അങ്ങേപ്പുറത്തും ഇരുട്ടാവുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വിളിച്ചാണല്ലോ, അവളെല്ലാം ഇത് കാണുള്ളൂ. അതിലിങ്ങനെ ചെറിയ പൊടികളുണ്ട്. ആ പൊടികളിൽ ഏറ്റവും ചെറുതിന് അതിന് അണു എന്ന് പേരാണ്. ആ അണുവിനെ ഈ ഇതിലും കാണാൻ പറ്റില്ല. 2 അണു കിടും, അതും കാണില്ല. 3 അണു കൂടി ചേർന്ന ചെറിയ സാധനം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന അതിസൂക്ഷ്മമായതിൻ്റെ ഉള്ളിൽ തന്നെ 3 എണ്ണം ഉണ്ട് അത്രയും ഓരോന്നിലും. നമ്മൾ എത്രയാണെന്ന് പറയാൻ വയ്യ, അത്ര ചെറുതാണ് ഒരു അണുവി. അതിന് തൃശ്രേണു. അതിനെ കടന്നു പോവുക. അപ്പോൾ ഈ മേശയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറപ്പെട്ട് അങ്ങോട്ട് പോയാൽ മേശ കിടക്കുക. അതുമാതിരി വിളിച്ചും ഇവിടുന്ന് ഈ തൃശ്രൂവിനെ ഇങ്ങനെ കടത്തുക. ഞങ്ങൾ കണക്ക് നാഴികയിലാണ് പഠിച്ചത്. ഇപ്പം 3 ലക്ഷം എന്നാണ് പറഞ്ഞത്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് സ്പീഡാണ് ആർക്ക്? പ്രകാശത്തിന്, വെളിച്ചത്തിന്. അപ്പം അത് അണുവിൻ്റെ സ്പീഡാണ്. ഈ അണുവിനെ എങ്ങനെ കടക്കാൻ എത്ര നേരം വേണോ? അവിടുന്നാണ് കണക്ക്. നമുക്കൊന്നും വിചാരിക്കാൻ പറ്റില്ല മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ടും സാധിക്കില്ല. അങ്ങനെ ഒന്നുണ്ട് എന്നുള്ളൂ. അങ്ങനെ അങ്ങോട്ട് കിടക്കുമ്പോൾ അതിന് പേരാണ് ത്രുടി എന്നതിന് പേര്. ഒരു ത്രുടി വെച്ചാൽ ഈ ഒരു അണുവിനെ ലൈറ്റ് കണ്ട് കിടക്കാൻ ത്രുടി. ശ്രീ ഭഗവാനെ കാണാഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ത്രുടി യുഗമാവണമല്ലോ എന്ന് ഈ ഗോപികാഗീതം എന്നൊരു ഇതുണ്ട് ഭാഗവത്തിൽ. ത്രുടിർയുഗായതേ ത്വാമപശ്യതാം. ഒരു
ഒരു ത്രുടി പോകുമ്പോൾ ഞങ്ങൾക്ക് യുഗം പോലെ തോന്നൂലോ ഭഗവാനെ എന്നവിടെ പറയുന്നുണ്ട്. അങ്ങനെ ആ ത്രുടി കഴിഞ്ഞ്, അതായത് ഇപ്പം നമ്മൾ പറയുന്ന ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ 2700 ഒരംശമാണ് ഈ ത്രുടി. അപ്പോൾ നമ്മുടെ അവിടുന്ന് 2700 ത്രുടി കഴിയുമ്പോഴേ ഒരു സെക്കൻഡാവും. ഇവിടെ പാശ്ചാത്യരെ സെക്കൻഡേ തുടങ്ങണുള്ളൂ, അതിൻ്റെ അപ്പുറത്തുണ്ട്. അതാണത് സഹസ്രയുഗ പര്യന്തം എന്നുള്ള എന്താ പറയുന്നത്. അത് അങ്ങനെ വന്ന് കൊല്ലം 360 ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അത് ദേവന്മാർക്ക് ഒരു ദിവസം. അങ്ങനെ ദേവന്മാരുടെ വർഷമുണ്ട്. ഇങ്ങനെ 12,000 ദേവവർഷം കഴിഞ്ഞാൽ ഇതൊരു ചതുര്യുഗം. അങ്ങനെ 100 ചതുര്യുഗം പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ പറഞ്ഞു തോന്നും. അത്ര എന്നാലും പോട്ടെ, 100 ചതുര്യുഗം. ആ 100 ചതുര്യുഗം കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു രാത്രിയുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ ഒരു ദിവസം. അപ്പോൾ 2000 ചതുര്യുഗം വേണം എന്തിന് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം കഴിയാൻ. അങ്ങനെ ബ്രഹ്മാവിന് 100 വയസ്സാണ് പറഞ്ഞിട്ട്. അപ്പോൾ എത്രയത് കാലം അന്തല്ല എന്നർത്ഥമാണ്, ഒന്ന് പറയാൻ വയ്യ, വെറും സങ്കല്പമാണ്. അത് കഴിഞ്ഞാൽ ബ്രഹ്മാവ് ഉറങ്ങി, പിന്നെ അത്ര കാലം ഉറക്കാവും. പിന്നെ ആര് വരാം? ഇപ്പം നമ്മൾ പ്രയാണകാലത്തെ പറ്റി പറയുകയാണ്. ഈ ജീവൻ ആ ബ്രഹ്മാവിലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയുള്ളൂ. ഇത്രയും ഏത് പുണ്യം ചെയ്തൊക്കെ നേരിട്ട് ഈശ്വരന് ചെല്ലില്ല. അതുപോരാ, ഈശ്വരനിലേക്ക് നേരെ പോകണം. പോവാച്ചാൽ ഈ ബ്രഹ്മാവ് തന്നെ സങ്കല്പണി. ആ സങ്കല്പം ആ ബ്രഹ്മപുനലോക പുനരാവർത്തിനോ അതൊക്കെ ഈ ബ്രഹ്മലോകത്ത് പോയാലും വരവും പോക്കുണ്ട്. വിധു രാത്രിയും യുഗസഹസ്രാന്തം, യുഗസഹസ്രം 1000 കൊല്ലം രാത്രിയും ഇതൊക്കെ അറിയണ ആളുകളാണ് രാവും പകലും അറിയണവർ. ഇപ്പം നമ്മുടെ രാവും പകലും മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ രാവും പകലും അറിയണ ആളാണ് ശരിക്ക് രാവും പകലും അറിയണത്. അതായത് സൃഷ്ടിയും സംഹാരവും നമുക്ക് ജനിച്ചിട്ട് ജനനവും മരണമില്ലേ, അതുപോലെ സൃഷ്ടി അത് കഴിയുമ്പോൾ അത് അറിയുന്ന ആളാണ്. ഇവിടെ നോക്കൂ, ഈ 2 ശ്ലോകങ്ങളൊക്കെ ബ്രഹ്മലോകത്തിലേക്കുള്ള പോക്കിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് കാര്യമില്ല അവിടെ. അല്ല, അവ്യക്താൽ വ്യക്തയ സർവ പ്രഭത്യഹരാഗമേ രാത്രി ആഗമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സംജ്ഞക. എങ്ങനെയാണ് അവിടെ ഉണ്ട്? അവ്യക്താൽ വ്യക്തയ സർവ, അവ്യക്തത്തിൽ നിന്നാണ് വ്യക്തത്തിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ എവിടുന്നാണ് ജനിച്ചത് അറിയില്ല. ജനിച്ചിരിക്കുമ്പോൾ വ്യക്തതാണ്, പോണത് അവ്യക്തത്തിലേക്ക്. അപ്പോൾ വാസ്തവത്തിൽ ഈ നടുക്കിലും അവ്യക്തതാണ്. ആ തലയും ഈ തലയും എന്താണോ അതന്നെ നടുക്കിലുണ്ടാവാൻ മിക്ക ഒരു സാധനത്തിനുള്ളത് നിയമമാണ്, ശാസ്ത്ര നിയമം. പക്ഷെ നമുക്ക് നടുക്കിലുള്ളത് വ്യക്തതാണ് തോന്നുക, വാസ്തവത്തിൽ വ്യക്തമല്ല, അവ്യക്തം എന്നാണ് വന്നത്. അവ്യക്തത്തിലേക്ക് തന്നെ പോണത്. നടുക്കിലെങ്ങനെയാണ് പറ്റുക? ഒരു വടിക്ക് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും വരാണ്. നടുക്കിൽ ഇരുമ്പാന്ന് പറഞ്ഞാൽ അത് വടിയല്ല, അത് വേറൊരു സാധനം ഉണ്ടാക്കിയതാണ്. ഇരുമ്പ് വടി എന്നിട്ട് പറയേണ്ടി വരും, വടിയല്ല. വടി പറഞ്ഞാൽ ഇത് വരാണെങ്കിൽ അവിടെ നടുക്കിലും വരെ വയ്ക്കും. നമ്മൾ ഈ നടുക്കിലുള്ളത് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, അപ്പുറവും ഇപ്പുറവും ഇല്ലേ പറഞ്ഞു. വാസ്തവത്തിൽ ബുദ്ധിയില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. അപ്പുറവും ഇപ്പുറവും ഇല്ലാണ്ട് എങ്ങനെയാണ് നടുവുണ്ടാവുക? അവ്യക്താൽ വ്യക്തത സർവ പ്രഭവത്തി അഹരാഗമേ. അഹ എന്ന് പറഞ്ഞാൽ രാഗം വിളിച്ചാകുമ്പോൾ അവ്യക്തത വ്യക്തതയിലേക്ക് വന്നു. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെന്ന് അറിയേണ്ടത് ഇവിടെ ശരീരമായിട്ട് വന്നു. രാത്രി ആഗമേ മരണം കഴിഞ്ഞാൽ പ്രളീയന്തേ തത്രൈവ അവ്യക്ത. എങ്ങടാ ജനിച്ചു വന്നപ്പോൾ നമുക്ക് വ്യക്തമായി, അതിന് മുമ്പ് അറിയില്ല. മരിച്ച് പോകുമ്പോഴും അറിയില്ല. ഇതൊക്കെ എന്താണെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഈ പ്രയാണകാലം പറയാണ്. ബ്രഹ്മലോകത്തേക്ക് പോയിട്ട് കാര്യമില്ല പറയണം. അവിടെ ചെന്നാൽ പിന്നെയും വരിക, പിന്നെയും പോവുക, ഈ ചലനം പിന്നെയുണ്ട്. അത് ആ രാജ്യം പോരാ. ഭൂതഗ്രാമ സ ഏവാദ്യ ഭൂത്വാ പ്രളീയതേ രാത്രി ആഗമേ അവശപാർത്ഥ പ്രഭവത്യഗ്രഹമേ. ഭൂതഗ്രാമം, ഗ്രാമം പറഞ്ഞാൽ 5 പഞ്ചഭൂതങ്ങൾ. ഭൂതഗ്രാമം എന്താണ്? സ ഏവായം ഭൂത്വാ പ്രളീയതേ. ആദ്യം ആകാശത്തുനിന്ന് വായു ഉണ്ടാവണു, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാവണു, അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടാവണു, ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടാവണു. കുറേ കാലം നിന്നാൽ ഭൂമി ജലത്തിൽ ഇരിക്കുന്നു, ജലം ഭൂമി ജലത്തിൽ ലയിക്കുന്നു, ജലം അഗ്നിയിൽ ലയിക്കുന്നു, അഗ്നി വായുവിൽ ലയിക്കുന്നു, വായു ആകാശത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണു. അതാണ് ലയം. അതിൻ്റെ വരിക പോവുക.
ഇത് അത്ര തന്നെയുള്ളൂ. ബ്രഹ്മലോകത്തിൽ ഇങ്ങനെയാണ്. രാത്രി ആഗമേ ഭൂതഗ്രാമ ഏവായം ഭൂത്വ പ്രലീത. ഉണ്ടാവുക ലയിക്കുക പ്രലീയതേ. രാത്രി ആഗമേ. രാത്രി വന്നാലോ ഇപ്പം പകലാണല്ലോ ഇതൊക്കെ അനുഭവമുള്ളത്. ഇനി അനുഭവമില്ലാത്ത രാത്രിയിൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? വീണ്ടും പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സമൃദ്ധ എനർജിയായിട്ട് അവിടെ നിൽക്കണം. വിളിച്ചാൽ ആദ്യം വരുമല്ലോ. രാത്രി ആഗമേ അവശ. നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നുമല്ല, നിങ്ങളത് അനുഭവിച്ചേ പറ്റൂന്ന. അവശ പാർത്ഥ പ്രഭവത്യഹരാഗമേ. രാത്രിയായാൽ ലയിക്കുക, രാവിലെ ആയാൽ വികസിക്കുക. ഇത് ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ പോണ ആൾ ബ്രഹ്മലോകത്തിലേക്ക് പോയിട്ട് കാര്യമില്ല പറയാനാണ്. പിന്നെയും വരേണ്ടി വരും. എത്രയൊക്കെ കഴിഞ്ഞാലും അവിടെ സ്ഥിരതയില്ല. കാരണം പോക്കുവരവ് പിന്നീട് എവിടെ പോയാലാണോ പിന്നെ പോക്കുവരവില്ലാത്തത്? അവിടെയാണല്ലോ ഓം എന്നുള്ള പൂർണ്ണതയിൽ വന്നാൽ പിന്നെ പോക്കുവരവില്ല. നിരപേക്ഷത്തിൽ പോക്കുവരവില്ല, സാപേക്ഷത്തിലൊക്കെ പോക്കുവരുണ്ട്. അവിടെ സാധിക്കില്ല. ഇനി പറഞ്ഞത് അടുത്ത പറയുന്നത് ബ്രഹ്മലോകമല്ല, ശരിക്കും പറഞ്ഞാൽ വൈകുണ്ഠലോകം എന്ന് പറയാൻ പാടില്ല. പരമമായ ഈശ്വര അല്ലെങ്കിൽ എന്താ പറയുക നിരപേക്ഷത എന്നൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആശ്രയം, പിന്നെ അതിന് പറയാ കൈവല്യം. ഈ തുര്യത്തിൻ്റെയൊക്കെ മേലെ, തുര്യമൊക്കെ താഴ്ന്നതാണ്. കൈവല്യം കേവലം ഒന്ന് മാത്രമാവുക. അതാണ് പറയുന്നത്. അവിടേക്കാണ് പോട്ടതാണ് ഇനി ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത്. പരത്തസ്മാത്തു ഭാവോന്യോ അവ്യോക്താൽ അവ്യക്ത സനാതന യ സർവേഷു ഭൂതേഷു നശ്യൽസു ന വിനശ്യതി. ഇത് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രഹ്മത്തെ പറ്റി പറഞ്ഞു ശരിക്കും. പരസ്തസ്മാത്തു ഭാവോ അവ്യക്താൽ അവ്യക്ത. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ വ്യക്തത അല്ല, അവ്യക്തത. പക്ഷേ ഉറങ്ങുക അപ്പോൾ അവ്യക്തമാണല്ലോ. ആ ഉറങ്ങുമ്പോഴും അത് അവ്യക്തമാണ്. ജീവിതത്തിൽ പലതും നമുക്ക് അവ്യക്തമാണ്. പ്രത്യേകിച്ചും ഉറങ്ങുമ്പോൾ ഒന്നും ഓർമ്മയില്ല, അതായത് ബോധം ലയിച്ചിരിക്കുക. അതിൻ്റെ അപ്പുറത്തൊരു അവ്യക്തത ഉണ്ടെന്നുള്ളത് അറിയേണ്ട നമ്മൾ. അതെന്താ? ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് അറിഞ്ഞാലാ അത് അവ്യക്തമാണല്ലോ. അതിൻ്റെ അപ്പുറത്തൊരു അവ്യക്തത തന്നെയല്ലേ അറിഞ്ഞത്. ഉറങ്ങിയെന്ന് തന്നെ വ്യക്തമല്ല. ആ ഉറങ്ങത്തിൽ നമ്മൾ അത് ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് അറിഞ്ഞ ഒരാളുണ്ടല്ലോ അവിടെ, ഇല്ലേ? ആ അവ്യക്തന് അപ്പുറത്തുള്ള അവ്യക്താൽ അവ്യക്ത എന്ന വാക്ക്, അതിനെയാണ് ബോധം എന്ന് പറയുന്നത്. അവിടെ ബോധത്തിന് പിന്നെ അവ്യക്തത്തിൻ്റെ പ്രശ്നമില്ല, അതെപ്പോഴും വ്യക്തമാണല്ലോ. പരസ്മാത്തു ഭാവോന്യോ അവ്യക്താൽ അവ്യക്ത സനാതന. അത് വളരെ അപ്പുറത്ത് ഉടനെ വായിച്ചിരിക്കുന്നു. സനാതന ചലോ, ഏത് കാലത്തും നിൽക്കുന്നത്. ഏത് കാലത്തും ഇങ്ങനെയൊക്കെ ഭാഷ പറയൂക്കും. ഏത് കാലത്തെന്ന് പറയുമ്പോൾ കാലം വരും. കാലം എന്നുള്ളത് ഏത് കാലത്തുള്ളതല്ല. കാലല്ലേ സനാതനം ചലോ. ഇത് എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിച്ചു എന്നൊന്നുമില്ല. അങ്ങനെ ഒന്ന് ഉണ്ട് എന്നേ പറയൂക്കൂ. അതെന്താന്ന് പറഞ്ഞാൽ അത് ഉള്ളതല്ല. അടിയും അതിന് നല്ല ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങളൊക്കെ. അവ്യക്തോ അവ്യക്ത സനാതന യ സ സർവേഷു ഭൂതേഷു നശ്യൽസു. ഇവിടെ കാണുന്ന എല്ലാം നശിച്ചാലും എന്ത് ചെയ്യുന്നു? ന വിനശ്യതി. അതിന് നാശമില്ല. നാശം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ മാറുക. ആ പൂർണ്ണതയ്ക്ക് നാമരൂപങ്ങൾ മാറുക എന്നൊരു കാര്യം ഇല്ല. കാരണം നാമരൂപങ്ങൾ മാറുന്നതൊക്കെ പരിമിതങ്ങളാണ്. ഇതങ്ങനെയില്ല. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമല്ലേ. അപ്പോൾ നമ്മുടെ ചിന്ത കൊണ്ട് ഏകദേശം അവിടേക്ക് എത്താൻ ശ്രമിക്കാം. അവിടെ എത്തിയ ഈ ചിന്തി പോവും. കാരണം പിന്നെ പൂർണ്ണത്തെ പറ്റി ചിന്തിക്കുകയില്ല, പൂർണ്ണ ആവുക വയ്ക്കൂ, അല്ലേ? പൂർണ്ണത്തെ പറ്റി ചിന്തിച്ചാൽ പൂർണ്ണ അല്ലാണ്ട് നമ്മുടെ ചിന്ത ഉള്ളു പറ്റില്ലേ? നമ്മളെങ്ങനെയും പറയാം, നാവുകൊണ്ട് പറയുമ്പോൾ എങ്ങനെയൊക്കെ വിചാരിക്കും. ഇത് അതായത് നമ്മളുടെ ഇന്ന് മനസ്സ്, ശരീരം, മനസ്സ്, ബുദ്ധി ഇവയ്ക്കൊന്നും പിടികിട്ടാത്ത അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നാണ്. അതിൻ്റെ സഹായം കൊണ്ടാണ് ബുദ്ധി ചിന്തിക്കുന്നതും മനസ്സ് പ്രവർത്തിക്കുന്നതും ശരീരം പ്രവർത്തിക്കുന്നതൊക്കെ. അതെന്താന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അതിനെ പറ്റിയിട്ട് അതിൻ്റെ സഹായം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അവിടെ സാധിക്കുമെന്ന് പറയണം. യസ സർവേഷു നശ്യൽസു ന വിനശ്യതി അവ്യക്തോക്ഷര ഇത്യുക്ത തമാഹു പരമാം ഗതിം യം പ്രാപ്യ നിവർത്തന്തേ തദ്ധാമ പരമം മത മമ.
അവ്യക്തോ അക്ഷര ഇത്യുക്ത അല്ലേ? അവ്യക്തം, അതിനെ അവ്യക്തം പറഞ്ഞു. പിന്നെ അക്ഷരം നശിക്കാതെ എന്ന് ഇതി ഉക്ത ഇങ്ങനെ പറയണു. എന്തേ പറയണു പറഞ്ഞാൽ അറിയില്ല എന്നർത്ഥം. കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് അതെന്താന്ന് പിന്നെ അതിൽ മാറ്റമില്ല. ഇത് ഇന്നതാണ് പറയില്ലേ. അങ്ങനെ മഹാത്മാക്കൾ പറയണു. അങ്ങനെ അക്ഷര അതിൽ നിന്ന് പരമാഗതി, പരമമായ ഗതി. ഇപ്പം എന്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, അർജുനൻ ചോദ്യം എന്താണ്? ഏഴാമത്തെ ചോദ്യം എന്താ? പ്രയാണകാലം, മരണകാലം എങ്ങനെയാണെന്നാണ് പറയേണ്ടത്. അതിനാണല്ലോ ഇവിടെ മറുപടി പറഞ്ഞത്. എന്താണ് പരമമായ ഗതി. ഗതി അവസാനമാണ്, ഈശ്വരനാണ് ഗതി. പിന്നെ അവിടുന്ന് പിന്നെയും എങ്ങനെയും പോവുക, അതിന് വയ്യ. അവിടെ എത്തുന്നു പരമാം ഗതിയും യം പ്രാപ്യ ന നിവർത്തന്തേ. എവിടെ എത്തിയാലാണോ പിന്നെ നിവർത്തി പിന്നാക്കം പോരതില് തദ്ധാമ പരമം മമ. അതാണ് എൻ്റെ പരമമായ ധാമം എന്ന് പറഞ്ഞ സ്ഥലം. പരംധാം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു വിനോബേന്ദ്ര ആശ്രമമൊക്കെ. ഇതിൽ എടുത്തതാ പരംധാം, ശ്രേഷ്ഠമായ പദം. അവിടേക്ക് എത്തിയാൽ പിന്നെ മടങ്ങി വരില്ല എന്ന് പറയും. പുരുഷ സ്വപരപാർത്ഥ ഭക്തിയാ ലഭ്യസ്ത്യനന്യയ യസ്യ അന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം തതം. പുരുഷൻ വെച്ചാൽ പൂർണ്ണൻ. സ പരഹ പാർത്ഥ ഭക്തിയാ ലഭ്യസ്ത്യനന്യ, അനന്യമായ ഭക്തി കൊണ്ട് ഇത് കിട്ടും. ഇത് കിട്ടിച്ചാൽ അതാവുന്ന പറയേണ്ടത്. അതാ കിട്ടുകയല്ല. ഈ കിട്ടുക എന്നുള്ളത് ഉള്ളതല്ലേ കിട്ടുള്ളൂ. ഇത് എന്നുള്ളതാണ്. ഉണ്ടാക്കലും കിട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. കിട്ടുന്നത് ഉള്ളതിനെ കിട്ടും, ഉള്ളതിനെയല്ല കിട്ടുക, ഇല്ലാത്തതിനെ ഉണ്ടാക്കുക. അപ്പം താക്കോല് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. താക്കോലും എവിടെയാ ഓർമ്മയില്ല, തെരഞ്ഞു കിട്ടി, അപ്പോൾ താക്കോൽ ഉണ്ടാക്കണ്ട. അതായത് ഇപ്പം ഈ പറഞ്ഞു വരുന്ന പരമമായ ധാമം, ഈശ്വരധാമം, പൂർണ്ണത, അത് ഉള്ളതാ, അത് മറന്നതാണ്, അത് കിട്ടുകയോ കൊണ്ടു. അപ്പോൾ മോക്ഷം എന്നുള്ളതൊരു സാധനം നമ്മൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കേണ്ടതല്ല. മോഹം എന്നുള്ള സാധനത്തിനായിട്ട് വിട്ടാൽ മോക്ഷം അങ്ങോട്ട് കിട്ടുകയും, അതായത് നമ്മുടെ മറവി അങ്ങോട്ട് പോയാൽ ഓർമ്മ വരികയും അല്ലേ. ഓർമ്മ വരികയെന്നർത്ഥം ഓർമ്മ എപ്പോഴും ഉണ്ട്, ഓർമ്മയില്ലാണ്ടാക്കിയതാണല്ലോ മറവി. മറവിയാണ് വന്നു ചേർന്നത്, ഓർമ്മ എപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഓർമ്മ ഇല്ലാണ്ടേ, എനിക്ക് ഓർമ്മയില്ല എന്നല്ലാണ്ടേ ആരെങ്കിലും മറവില്ല എന്ന് പറയാറില്ല. എന്ത് മറവില്ല? മറവില്ല വെച്ചാൽ ആൾക്കാർ എപ്പോഴും ഓർമ്മ ഉണ്ടെന്നല്ലേ. ഭാഷയിൽ എങ്ങനെയെന്നല്ലോ, എനിക്ക് അതിന് ഓർമ്മയില്ല, അപ്പം എനിക്ക് ഓർമ്മ വന്നു. അത് മരിയാണല്ലോ. അർജുനൻ ഇതൊക്കെ കേട്ടപ്പോൾ എന്താ പറയുക? നഷ്ടോ മോഹ സ്മൃതൽ ലബ്ധ, എൻ്റെ മോഹമൊക്കെ പോയി, എനിക്ക് ഓർമ്മ വന്നു. എന്തോന്ന്? ഞാൻ പൂർണ്ണനാണ് എന്ന്. ഇനി കരീഷ്യേ വചനതോ, ഇനി എന്താ അവിടുന്ന് പറഞ്ഞാൽ ചെയ്യാം. മനസ്സിലാവുന്നുള്ളൂ പറയുന്നത്. വളരെ പ്രധാന കാരണം പൂർണ്ണത്തിന് ഉണ്ടാക്കേണ്ടതല്ല, ഉള്ളതാ, ഇല്ലാത്തതിനെ ഉണ്ടാക്കണ്ടു. അതിനെ ഇവിടെ നിന്നു പുരുഷസ പരപാർത്ഥ ഭക്തിയ ലഭ്യസ്ത്യനന്യയ യസ്യ അന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം തതം. ഏതൊന്നിനെ കൊണ്ടാണോ ഈ സർവ്വദിക്കലും നിറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ദിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭാഷ ഇല്ലാണ്ടാവും. ഈ ഹയസ്റ്റ് സ്റ്റേജ് എന്ന ഭാഷ ചുരുങ്ങിയതിനെ പറ്റി പറയിക്കും, പൂർണ്ണതയെ പറ്റി പറയാൻ വയ്യ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കൊണ്ട് കണ്ട് കസർത്ത് കളിക്കുക എന്നല്ലാണ്ട് യാതൊരു നിവൃത്തിയില്ല. അത് അപ്പോൾ എന്തിനാ അധികം പറയണത്? ഒരു സാധനത്തിൻ്റെ സ്വാദം എന്താണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മൂകാസ്വാദന പദ്ധതി പേര് ഭക്തിയിൽ. ഒരു മൂകൻ മുണ്ടാൻ വയ്യാത്ത ആൾ നല്ലൊരു സദ്യ കഴിഞ്ഞ് മടങ്ങി വന്നിട്ടു. എങ്ങനെയാണ് സദ്യ വെച്ചാൽ അയാൾക്ക് അതിനെ ഒക്കെ ഓർമ്മ ഉണ്ട്, അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. എങ്ങനെയാണ് പറയുക? അയാൾ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നതല്ലാണ്ട് അതൊന്ന് മനസ്സിലാക്കണം, വളരെ നന്നായിരുന്നു സദ്യ എന്നല്ലാണ്ട് അയാൾക്കത് പറയുക. നമ്മളും അതുപോലെയാണ്. ഈ പരമമായ ഗതിയെപ്പറ്റി പറഞ്ഞാൽ അത് പരമല്ലാണ്ട് ഇങ്ങനത്തെ സാധിക്ക് വരുമല്ലോ, കാരണം നമ്മുടെ വാക്കിൻ്റെ ഉള്ളിൽ പെട്ടുമല്ലോ. അത് അങ്ങനെ അതിന് സാധിക്കില്ല എന്ന് പറയണം. യസ്യ അന്തസ്ഥാനി ഭൂതാനി ഏന സർവമിതം തതം. എത്ര ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത് എവിടേക്ക് എത്തണം? നമ്മൾ നിരപേക്ഷനാവണം, അല്ലെങ്കിൽ ആശ്രയത്തിലെത്തണം. അതാണ് പ്രയാതി. പൂവല്ല, അതാവുകയാണ്. അല്ലാണ്ട് അങ്ങോട്ട് പൂവലും വരലൊന്നുമില്ല, അതാവും. ഇപ്പം നമ്മൾ അതല്ല എന്ന് ധരിച്ചിരിക്കുകയാണ്, മറന്നിരിക്കുക. മറവി പൂവലേ വേണ്ടു. ഈ വൈകുണ്ഠോ കൈലാസമോ ഉണ്ടാക്കേണ്ടതല്ല, അവിടെ ഉണ്ട്. നമ്മളെപ്പോഴും അവിടെ തന്നെയാണ്. അതറിയാണ്ടേ. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു താക്കോലുണ്ട്, ഞാൻ മുണ്ടിൻ്റെ ഇതിലിവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ താക്കോല് തരും. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, കണ്ഠമാല
ഒരു സ്ത്രീ കഴുത്തിൽ മാല എവിടെയോ പോയി വെച്ചു എന്ന് പറഞ്ഞൊരു തെരയ ബുദ്ധിമുട്ടിയ സകലെങ്കിലും കാണും, കഴുത്തിലാണ് കെട്ടിക്കിട്ട് അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോൾ എന്താകും നിലവിളിച്ച് അയ്യോ കണ്ണിൽ മാല കാണാനില്ല, എൻ്റെ കഴുത്തിലല്ലേ ഇരിക്കണമെന്ന് വെച്ചു. അയ്യോ ഇതാ തിരഞ്ഞത് പറഞ്ഞു. ഇത് എന്തിനാ കഥ വെച്ചാൽ ഇതുപോലെ നമ്മൾ എവിടെയാണ് ബ്രഹ്മചര്യം ഓടിക്കൊണ്ട് നടക്കണം. അപ്പോഴാണ് ഗുരുനാഥനെ അടുത്ത് വെച്ചത്. അപ്പോൾ ഗുരുനാഥൻ ആദ്യമൊക്കെ കുറച്ച് പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഉണ്ടായത് നീ തന്നെയാണ് ഈ ബ്രഹ്മം എന്നുള്ളത്, തൽത്വമസി. അപ്പോൾ ആണ് അയാൾക്ക് ബോധ്യം വന്നു, ഞാൻ അഹം ബ്രഹ്മാസ്മി. ഈ പറഞ്ഞു തരുന്നത് ഗുരുനാഥനും അനുഭവം ഉണ്ടാകുന്നത് ശിഷ്യനും. തത്വമസി എന്ന് പറഞ്ഞു തരുന്ന ആരാ? ഗുരുനാഥൻ. അഹം ബ്രഹ്മാസ്മി ബോധം ഉണ്ടാകുന്നത്. അപ്പം നമുക്കും ഈ ഗീത വായിച്ചിട്ട് ഇപ്പോൾ എന്താ വേണ്ടത്? ഇപ്പോൾ ഭഗവാൻ നമുക്ക് തത്വമസി പറഞ്ഞു തരുന്നു, ഇനി എന്താവണം? അഹം ബ്രഹ്മാസ്മിയിൽ ബോധ്യമാവണം, അവിടെ സാധിക്കും. അപ്പോൾ പ്രയാണകാലത്തിൻ്റെ പതി പറഞ്ഞു. ഇനി 3 ശ്ലോകം കൂടിയുണ്ട്, അത് കൂടി പറഞ്ഞ് നിർത്താം. കാരണം അതിൽ വലിയ പ്രധാനമുള്ളതല്ല. അഗ്നിർജ്യോതി അഹശ്വക്ര ഷൺമാസാം ഉത്തരായണ തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മയുധോ ജന ധൂമോ രാത്രിസ്തഥാ കൃഷ്ണ ഷൺമാസാം ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. 2 ശ്ലോകങ്ങൾ. ഇത് ഈ നമ്മുടെ വേദാന്ത ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഗീത എടുത്തിരിക്കുകയാണ്, അല്ലാണ്ട് ഗീതയ്ക്ക് ഇതിലൊരു ആവശ്യമൊന്നുമില്ല, അതിൽ വേണ്ടിയിരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുക, അഗ്നി ജ്യോതി. പകലാവുക, ശുക്ല വെളുത്ത വർഷമാവുക, ഉത്തരായണാവുക. ഈ കാലത്ത് ആരാണോ പോകുന്നത് അയാൾ ബ്രഹ്മവിദോ ജന, അത് ബ്രഹ്മത്തിൽ ചേരും. ഇതും ഇതേവരെ പറഞ്ഞ ഗീത കാര്യങ്ങളും കൂടിയിട്ട് യാതൊന്നും എന്തുകൊണ്ട് നോക്കില്ല. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജ്ഞാനം വന്നാൽ അയാൾ ചേരുന്നുണ്ട്, അയാൾ ഉത്തരായണ കാലത്തിൽ വേണം ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഒരു എന്താ പറയേണ്ടത്, സിമിലിയ എന്ന് പറയട്ടെ, ഇംഗ്ലീഷിൽ അങ്ങനെയില്ലേ, ഇതുപോലെ എന്താ പറഞ്ഞാൽ അലങ്കാരം പോലെ. അഗ്നി എന്നുള്ളതിന് വിനോബാജിയാണ് അർത്ഥം കൊടുത്തുള്ളത് അവസാന നേരം ഒരു കർമ്മശക്തിയുള്ള ആൾ ചെയ്യാൻ സാധിക്കും. അഗ്നി ജ്യോതി, അഗ്നി ജ്യോതിയാണ്. പകല് പറഞ്ഞാൽ സൂര്യനാണ്, അത് ബുദ്ധിയുടെ ദേവതയാണ്. അഗ്നി പ്രവൃത്തിയുടെ, സൂര്യൻ്റെ. പിന്നെ ശുക്ല എന്ന് പറഞ്ഞാൽ വെളുത്ത പക്ഷം, അത് മനസ്സിൻ്റെയാണ്. വെളുത്ത പക്ഷം വെച്ചാൽ നല്ല നല്ല ഭാവനകൾ വരിക, കറുത്ത പക്ഷം വെച്ചാൽ ഒന്നും ഇല്ലാണ്ട് ശുക്ല. ഷൺമാസ ഉത്തരായണം, ഉത്തരായണ കാലം എന്ന് പറഞ്ഞാൽ മകരം 1 മുതൽക്ക് കർക്കിടകം മിഥുനം 30 വരെ. മറ്റത് ദക്ഷിണായനം. ഈ ഉത്തരായണ കാലത്ത് മേഘ ആവർത്തനങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ശുദ്ധമായ ആകാശവും. ഇങ്ങനെ വിനോബാജിന് പറഞ്ഞുള്ളത് ആദ്യം പറയുന്നത് അഗ്നി എന്ന് പറഞ്ഞാൽ മരിക്കണവരെ ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കും വിഷമില്ലാണ്ട് പ്രവർത്തിക്കുക അഗ്നി. ജ്യോതി ബുദ്ധി തേജോമഴമാവുക. ശുക്ലം എന്ന് പറഞ്ഞാൽ മനസ്സ് വികാരങ്ങളൊന്നും ഇല്ലാതെ ആവുക. ഷൺമാസ എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരമുള്ള കാലം. അവിടെ എത്ര പ്രയാത ആരാണോ പോകുന്നത് അയാൾ ബ്രഹ്മത്തെ അറിഞ്ഞ ആളാണ്, അങ്ങനെ സാധിക്കും. മറിച്ച് ധൂമോ, അതെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ? കർമ്മം ചെയ്യാൻ വയ്യാത്ത ആളെന്നർത്ഥമാണ്. ഒരാൾ രാത്രി മരിച്ചാൽ നമുക്ക് മഹാജ്ഞാനിയായിരുന്നു, ഈ മോക്ഷ അല്ലെങ്കിൽ അതേ പറഞ്ഞത്. അത് പറയാനുണ്ട്. രാത്രി ധൂർമ്മോ, രാത്രി ഇരുട്ട്. കൃഷ്ണ കറുത്ത വർഷം. ഷൺമാസ ദക്ഷിണായനം. അവിടെ പോണ ആളുകൾ എത്ര ചാന്ദ്രമാസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ, അയാൾ മടങ്ങി വരുന്നു എന്ന് പറയുന്നത്. ഇത് കുറച്ച് ബുദ്ധി വിനോബാജിൻ്റെ വളരെ രസമായി തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങനെ വരുന്നാൽ ഇപ്പോൾ ഇവിടെ ഈ 6 മാസം മരിക്കുന്നവർക്ക് മാത്രമേ ഈ മോക്ഷമുള്ളൂ എന്ന് വരും. കാരണം ഉത്തരായണത്തിലല്ലേ, ദക്ഷിണായനത്തിൽ 6 മാസം വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ. ഇവിടെ എത്രയോ മഹാത്മാക്കൾ ഈ ദക്ഷിണായത്തിൽ ശരീരം പോയവരുണ്ട്, അവർക്കത് കിട്ടില്ല എന്ന് പറഞ്ഞതിന് ശാസ്ത്രപരമായിട്ട് പറ്റില്ല. അതായത് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ആകാശം പോലെ നിർമ്മലമാവണമെന്നേ അർത്ഥമുള്ളൂ. മാത്രമല്ല വേറൊരു ഒരു കുറച്ചും കൂടി ഉണ്ട്. വെളുത്ത പക്ഷത്തിലുള്ള ആൾ പോവും, കറുത്ത പക്ഷത്തിലുള്ള ആൾ പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തരായണ കാലമാണ്, പകലാണ്, പിന്നെ നല്ല അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വന്നിട്ട് കാര്യമില്ല. ഈ ചന്ദ്രൻ്റെ ഒരു കുഴപ്പമുണ്ടല്ലോ, അത് കറുത്ത പക്ഷ എന്ന് പറഞ്ഞാലോ ബാക്കിയൊക്കെ ശരിയായി, കറുത്ത പക്ഷ പറഞ്ഞാലോ നടക്കില്ലല്ലോ.
മനസ്സിലാവുന്നുണ്ട് എൻ്റെ യുക്തി. ബാക്കിയൊക്കെ ശരി, കറുത്ത പക്ഷമാണ്. അങ്ങനെ ഒന്ന് വരാം. കാരണം 15 ദിവസം വെളുത്ത പക്ഷവും 15 ദിവസം കറുത്ത പക്ഷമല്ലേ, അപ്പോൾ പറ്റില്ല. ഇനി മറ്റോടത്ത് തെക്കോട്ട് പോകുകയാണെങ്കിൽ അവിടെ വെളുത്ത പക്ഷമുണ്ട്, അതിൽ പോകണം. പക്ഷേ മറ്റേതൊക്കെ ശരിയല്ല, ഇനി നാലും ശരിയില്ല, അപ്പോഴും പറ്റുമോ? അപ്പോൾ ഇതൊക്കെ പറയണത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അതിനെ ഗീതയിലേക്ക് സ്വീകരിച്ച് എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. ഗീതയുടെ അഭിപ്രായ പ്രകാരം ഇതൊന്നും ശരിയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, നടക്കാൻ വയ്യ. അതുകൊണ്ട് അത് കണ്ടില്ല. ശുക്ലകൃഷ്ണേ ഗതിഹേതേ ജഗത ശാശ്വതേ മതേ ഏകയാ യാത്യനാവൃത്യം അന്യയാ യാത്യം വർത്തതേ പുന. അതായത് ഇവിടെ അദ്ദേഹം പറഞ്ഞു വരുന്നത്, ഉത്തരായണ കാലത്ത് പോയാൽ എന്ത് പിന്നെ ഇങ്ങോട്ട് മടങ്ങി വരവില്ല. അതായത് പൂർണ്ണജ്ഞാനം വന്നാൽ പിന്നെ ഇങ്ങോട്ട് മടങ്ങലില്ല എന്നർത്ഥം. അതെ, അല്പമെങ്കിലും ഒരു സംശയം ശരീരബോധം ഉണ്ടെങ്കിൽ പിന്നെ അതേ മടങ്ങി വരേണ്ടി വരും എന്നർത്ഥമുള്ളൂ. പുനഃ നൈതേ ശ്രുതി പാർത്ഥ ജ്ഞാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാൽ സർവേഷു കാലേഷു യോഗയുക്തോ ഭവ അർജുന. നൈതേ ശ്രുതി പാർത്ഥ ജ്ഞാനൻ യോഗി. യോഗി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മോഹം ഉണ്ടാവില്ല. മുഹ്യതി ചിലോ അയാൾക്ക് തെറ്റ് പറ്റില്ല എന്നാണ്. മോഹം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഞാൻ ശരീരമാണെന്ന തെറ്റ് വന്നോട്ടാണല്ലോ മോഹം വരുന്നത്. ഞാൻ ആത്മാവാന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്ക് മോഹമില്ല. അപ്പോൾ യോഗി ആരാണ്? യോഗി എന്ന് പറഞ്ഞാൽ ആരാ? സമതമുള്ള ആൾ. സമതാൾക്ക് മോഹം ഇല്ലല്ലോ, ഒന്നിനോട് ബന്ധപ്പെട്ടാണ്. ആ ആൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, മോഹം ഉണ്ടാവില്ല. ആ ആള് നൈതേ ശ്രുതി പാർത്ഥ ജ്ഞാനം യോഗി മുഖ്യതി കശ്ചന തസ്മാൽ സർവേഷു കാലേഷു. ഏത് കാലത്തും, സർവേഷു കാലം വെച്ചാൽ എന്നർത്ഥം എല്ലാ കാലമില്ലാത്ത കാലം അല്ലേ. എല്ലാ കാലത്തും പറഞ്ഞാൽ അപ്പം കാലം നിറവ് മാറ്റാണ്. അപ്പോൾ എല്ലാ കാലത്തും പറഞ്ഞാൽ അപ്പോൾ കാലം ഉണ്ടാവുകയുമല്ലോ. മനസ്സിലാവുന്ന പറഞ്ഞത് കാലം എന്ന് പറഞ്ഞത് മാറ്റാണ്. അപ്പോൾ സർവേഷു കാലേഷു വെച്ചാലോ അപ്പോൾ എപ്പോഴും മാറ്റം ഉണ്ടാവില്ലേ? അല്ല, മാറ്റമില്ലാത്ത കാലം എന്ന് പറഞ്ഞാലോ കാലമില്ലാത്ത കാലം എന്നർത്ഥമാണ്. സർവേഷു കാലേഷു എന്ത് വേണം? യോഗയുക്തോ ഭവാർജുന. നീ യോഗത്തിൽ അല്ലെങ്കിൽ സമതയിൽ നിൽക്ക് എന്നാ പറഞ്ഞില്ല. വേദേഷു യജ്ഞേഷു തപസ്സു ചെയ്വ ദാനേഷു യൽ പുണ്യഫലം പ്രതിഷ്ഠം അത്യേരി തത്സർവമിതം വിദിത്വ യോഗീപരം സ്ഥാനം ഉപേരി ചാദ്യം. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. വേദേഷു യജ്ഞം. ഞാൻ ഇവിടെ തപസ്സും ദാനം 3 എണ്ണമാണ് നമുക്ക് ഈ ശുദ്ധീകരിക്കേണ്ടത്. യജ്ഞദാന തപം. യജ്ഞം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലത്തെ കൊടുക്കുക, ദാനം സമുദായത്തിന് ശരീരത്തിന്. അപ്പോൾ തന്നെയാണ് വേദേഷു യജ്ഞേഷു തപസ്സു ച ദാനേഷു യസ് പുണ്യഫലം പ്രതിഷ്ഠം. ഇതിൽ പുണ്യം എന്ന് പറയുന്നത് ചെയ്തത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതാണ് പുണ്യം. ചെയ്തത് അങ്ങനെ വേണ്ടിയിരുന്നില്ല തോന്നുന്ന പാപം. ആ പ്രതിഷ്ഠം അത്യേരി ഇതൊക്കെ അപ്പുറത്തേക്ക് കിടക്കുന്നു. ആര്? തൽ സർവമിതം വിരിത്വ. ഇതെല്ലാം അറിഞ്ഞ ആള് ഇതിൻ്റെ അപ്പുറത്തേക്ക്. എന്നിട്ടോ യോഗി. യോഗി സമതകൾ. പരം സ്ഥാനം, പരമമായ സ്ഥാനം, സ്ഥാനമില്ലാത്ത സ്ഥാനം എന്നാണ് ഞാൻ പറയാം. സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം അല്ലേ. പരം സ്ഥാനം വെച്ചാൽ ഇന്ന സ്ഥലം എന്ന് പറയാത്ത സ്ഥലം. എല്ലാം ആ സ്ഥലമേ ഉള്ളൂ. മരുത് ഈ സ്ഥലത്ത് ഇരിക്കൂ ആ സ്ഥലത്ത് ഇരിക്കുമ്പോൾ എന്തായി? പരിമിതമാണല്ലോ. എല്ലാ സ്ഥലത്തും ഇരിക്കുക പറഞ്ഞാൽ പിന്നെ സ്ഥലം ഉണ്ടോ? എല്ലാ സ്ഥലത്തും കൂടി ഇരിക്കുകയില്ല. അല്ല സ്ഥലം അല്ല, ആ ആളെ ഉള്ളൂല്ലോ, പിന്നെ അതിലിരിക്കലുണ്ടോ? അങ്ങനെ പരം സ്ഥാനം ഉപേരി എത്തുന്നു. അതെങ്ങനെയാണത്? ആദ്യം. അതായത് അതിന് ഒരു തുടക്കമില്ല, ഒരു ഒടുക്കമില്ല, ഒരു മധ്യമില്ല. അതായത് ഏത് കാലത്തും. ഇതിൻ്റെ പേരാണ് നമ്മുടെ മതത്തിൻ്റെ സനാതനധർമ്മം എന്നാണ്. ഏത് കാലത്തും നിൽക്കുന്നത് അങ്ങനെയുള്ള അവിടെ എത്തുന്നു എന്ന് പറഞ്ഞ് ഈ ഗീതയിലത്തെ മൂന്നാമത്തെ ഭാഗമാണ്. അതായത് ഭക്തി തന്നെ നിർഗുണ ഭക്തി ഉണ്ടല്ലോ. നിർഗുണ ഭക്തി 6ലും 7ലും 8ലും നിർഗുണ ഭക്തി പറഞ്ഞിട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഓം തത്സതി ശ്രീമൽ ഭഗവത് ബ്രഹ്മവിദ്യായം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർച്ചനവാദേ അക്ഷരം നരിക്കത് ബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ. അടുത്തത് ഇനി പറയാൻ പോണത് ഇത്ര തന്നെ വിഷമമില്ല. അപ്പം കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 9, 10, 11, 12 സഗുണഭക്തിയെ പറ്റി പറയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഗീതയുടെ ഏകദേശമാണെന്നൊന്ന് ഓടിപ്പോയിട്ട് ഓടി പോവാണ്.
എന്നേ പറ്റുള്ളൂ. വേണ്ടത് മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ച് ഓരോന്നിനും ഒരുപാട് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. വേണ്ടാന്ന് പറയുന്നില്ല, നല്ലതാണ്. കാരണം പുതുത് കേൾക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാവും. കാര്യം ഒന്നെ, ജ്ഞാനവും ഭക്തിക്കും തമ്മിലുള്ള വ്യത്യാസത. ജ്ഞാനം ഒന്നറിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയില്ല. ഭക്തിക്ക് അറിഞ്ഞിട്ടും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഞാൻ ഇന്നലെ വായിച്ചതൊരു ഇത് പറയാം, എനിക്ക് തോന്നി. ഭ്രമം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഒന്ന് മറ്റൊന്നായിട്ട് തോന്നുക. ഭ്രമം 2 തരത്തിലുള്ള ഭ്രമമുണ്ട്. ഉപാധി സഹിത ഭ്രമം, ഉപാധിരഹിത ഭ്രമം. അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ എന്നുള്ളതിന് പറയാണ്. ഇപ്പോൾ കണ്ണാടിയിലേ നോക്കിയാൽ നമ്മുടെ പ്രതിബിംബം അവിടെ കാണും, കണ്ണാടി കാണും അല്ലേ? ഉപാധി സഹിതാണല്ലോ ആ ഇത് കാണുന്നത്. കണ്ണാടിയും കാണുന്നുണ്ട്, പ്രതിബിംബവും കാണുന്നുണ്ട്. ജ്ഞാനം കൊണ്ട് നമുക്ക് മനസ്സിലായി അത് ഭ്രമാണല്ലോ, ഈ പ്രതിബിംബം ഭ്രമല്ലേ. പക്ഷെ നമുക്ക് ജ്ഞാനം വന്നോ മനസ്സിലായി ഇത് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമാണ്. ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും പ്രതിബിംബം കാണും, കണ്ണാടി ഉണ്ടാവും. ഇത് ജ്ഞാനാണ്. ജ്ഞാനത്തിൽ ഈ കാണുന്ന പ്രപഞ്ചമൊന്നും ഇല്ല, ഈശ്വരനെ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. എന്നിട്ടും എന്ത് കാണും? ഈ പ്രപഞ്ചത്തെ കാണും. കണ്ണാടി എന്നുള്ളത് ഭ്രമം ഉണ്ടാക്കുന്നതാണ്, മായ എന്നൊക്കെ പറയുന്നതാണ്, ഭ്രമം ഉണ്ടാക്കുന്നതാണ്. അപ്പം കണ്ണാടിയിൽ അവർ കാണുന്ന പ്രതിബിംബം ആദ്യം ഞാൻ ഒരു പ്രതിബിംബം ഉള്ളതാണെന്ന് തോന്നുന്നു. നോക്കി കുട്ടികൾക്കൊക്കെ തോന്നുമല്ലോ, അതില്ല. ജ്ഞാനന് വന്നപ്പോൾ എന്തായി? അത് പ്രതിബിംബമാണ് കണ്ണാടിനെ കാണിക്കുന്നത്. അപ്പോഴും എന്തുണ്ട്? കണ്ണാടിയുണ്ട്, പ്രതിബിംബമുണ്ട്, ജ്ഞാനിയുണ്ട്. അങ്ങനെ ഒന്നുണ്ടല്ലോ. ഇതൊരു സമ്പ്രദായ. ഇതിന് ജ്ഞാനം എന്ന് പേരാണ്. പ്രേമം എന്നുള്ളതാണ് അവിടെ ഇങ്ങനെയല്ല. അത് കയറ് പാമ്പാവണ തന്നെയാണ്. കയറ് കാണുന്നു, അത് പാമ്പിനെ കാണുന്നു, കയറ് കാണില്ല. അങ്ങനെയാണല്ലോ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ മനസ്സിലായി എന്തെന്ന്, അത് കയറാണ്, പാമ്പല്ലാന്ന്. അല്ലല്ലേ? പിന്നെ ഭയം ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, പിന്നെ പാമ്പിനെ കാണുമില്ല. ഉപാധിരഹിത ഭ്രമം. മറ്റത് ഉപാധി സഹിത ഭ്രമം. മനസ്സിലാവുള്ളൂ പറഞ്ഞത്? കണ്ണാടിയിൽ ജ്ഞാനി ഉപാധി സഹിത ഭ്രമത്തെ കളയണുള്ളൂ. ഇതൊന്നും ഇല്ല, ഈശ്വരനെ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇതുണ്ടെന്നൊന്നുമില്ലോ. ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊന്നും, അതായത് ഈ കാണുന്ന പ്രതിബിംബം ഇല്ലാത്തതാണ് പറയുമ്പോഴും പ്രതിബിംബം കാണുമല്ലോ. അത് ജ്ഞാന. മറ്റത് ഭക്തിയാണ്. ഭക്തിയിൽ എങ്ങനെയുണ്ടോ? അയാൾ കയറ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ കാണില്ല. അതുപോലെ ഭക്തൻ ഈ പ്രപഞ്ചത്തെ കാണില്ല. അയാൾ ആരെ കാണുള്ളൂ? ഭഗവാനെ മാത്രമേ കാണുള്ളൂ. അതിവിടെ 17 പറഞ്ഞു. അയാൾ കാണുന്നതൊക്കെ എന്തായിട്ടും വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്നോട് പറഞ്ഞിരിക്കുന്നു ഭഗവാൻ. കാണുന്നതൊക്കെ ആരെയായിട്ട് കാണുന്നത്? വാസുദേവനായിട്ട്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ആകാരമൊക്കെ കാണും, പക്ഷെ അത് ഈശ്വരനാന്നാ കാണുക. അപ്പം എന്തില്ല അയാൾക്ക്? മായല്ല. മറ്റേയാൾക്ക് ജ്ഞാനിക്ക് പിന്നെയും മായ ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം അയാൾ കണ്ണാടിയുള്ളത് കാണുന്നുല്ലോ, എന്നിട്ട് ഇത് ഇല്ലയെന്നും പറയണു. മായ കണ്ടിട്ടില്ല പറയാ. ഭക്തൻ അങ്ങനെയല്ല, മായ കാണുന്നില്ല. കാണുന്ന മുഴുവനും ഈശ്വരനാണ്. ഇവിടെ ഈ പറഞ്ഞ മാതിരി ആ യോഗി എന്ന് പറഞ്ഞാൽ ഈ പരമമായ ഭക്തനായ യോഗി എന്നർത്ഥം. പരാങ്കതി അവിടെ എത്തുന്നു, പിന്നെ ഉണ്ടാവില്ല എന്നർത്ഥം. ഹരി ഓം. ശരി.